രണ്ടാമത്തെ മധ്യാസക്തൻ തുടങ്ങിയാണ് ആശിപ്പിച്ചേട്ടാ. ഞാൻ തുടങ്ങാം. തുടങ്ങി ആശിപ്പിച്ചേട്ടാ. അല്ല, ഓക്കെ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും 40 കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് ശിവചേട്ടാ. ആൽക്കോളിസ് അനോണമസ്. ഹായ് 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 ശിവചേട്ടാ. ഹായ് ഹായ് ഹായ്. ഹായ് ഹായ്. നമ്മളിപ്പോ ആൽക്കോളിസ് അനോണമസിന്റെ പ്രധാന പുസ്തകം അല്ലെങ്കിൽ ബേസിക് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന ആൽക്കോളിസ് അനോണമസിന്റെ ബിഗ് ബുക്ക് എന്ന നിക് നെയിമിൽ അല്ലെങ്കിൽ വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബുക്കിന്റെ ജനനത്തെ കുറിച്ചാണ് ഞായറാഴ്ചകളിൽ സംസാരിക്കുന്നത്. നമ്മൾ അതിന്റെ ചില ചാപ്റ്റേഴ്സിലേക്കാണ്, പ്രത്യേകിച്ച് വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം തുടങ്ങിയ എങ്ങനെയാണ് എഴുതപ്പെട്ടതെന്നും അതിന്റെ ബിഹൈൻഡിലുള്ള സ്റ്റോറികളെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചധികം ഉണ്ടത് ഒരു കുറച്ച് പബ്ലിക് നമ്മുടെ പ്രിന്റിങ്ങിന് പോകുന്ന വരെയുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പം കുറച്ചാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് തന്നെ നിൽക്കേണ്ടി വരും. ബിഗ് ബുക്കിന്റെ പ്രിന്റിങ് വരെ 12 സ്റ്റെപ്പ് എഴുതുന്നതിനെ കുറിച്ചുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചരിത്രമാണ് നമ്മൾ പഠിക്കുക. അത് നമുക്ക് തീർച്ചയായും ഇപ്പോൾ നമുക്ക് കേട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ആണെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ നമുക്ക് ഈ ഇത്തരം സാഹചര്യങ്ങളും ഇൻസിഡന്റുകളും ഒക്കെ ഓർത്തിരിക്കുമ്പോൾ പ്രയോജനം ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ നേരെ ബുക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ പ്രവർത്തനം പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. ബിൽഡബ്ല്യു ഒഹായോയില് ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടുന്നതും ആൽക്കോളിസ് അനോണമസിന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ ഇടുന്നതുമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, ആ സ്റ്റോറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കമ്പനിയിൽ പോവുകയും പിന്നീട് ആ കമ്പനിയുടെ പ്രസിഡന്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞാണ് അവിടെ എത്തുന്നെങ്കിലും പിന്നീട് അത് വോട്ടിങ്ങിൽ അത് പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഭാഗം വരെ നമ്മൾ പറഞ്ഞു. അലോൺ നൗ ഇൻ ദ ഹോട്ടൽ ഐ പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ ലോബി. അതായത് ഒറ്റയ്ക്ക് ബിൽഡബ്ല്യു ആ ഹോട്ടലിൽ വട്ടം കറങ്ങി താഴെയുള്ള ലോബിയിലും ഒക്കെ എത്തി. ദേർ വാസ് എ ബാർ അറ്റ് വൺ എൻഡ്. ഒരറ്റത്ത് ബാറുണ്ട്. എ ചർച്ച് ഡയറക്ടറി അറ്റ് ദ അതർ. മറ്റൊരു എൻഡിലായിട്ട് മുറിയുടെ മൂലയ്ക്കായിട്ട് ചർച്ചിന്റെ ഒരു ഡയറക്ടറി, ടെലിഫോൺ ഡയറക്ടറി ഉണ്ട്. ഐ വുഡ് ലുക്ക് ഇൻ ടു ദ ബാർ വെയർ. ഞാൻ വളരെ സാവധാനം, അല്ലെങ്കിൽ ബിൽഡബ്ല്യു വളരെ സാവധാനം ആ ബാറിലേക്ക് നോക്കി. ഇറ്റ് ബീയിങ് സാറ്റർഡേ ആഫ്റ്റർനൂൺ, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ്. ദ ലോക്കൽ ബോയ്സ് ആൻഡ് ഗേൾസ് വർ ബിഗിനിങ് ടു ഗെറ്റ് ആൻ എഡ്ജ് ഓൺ. അവിടുത്തെ ലോക്കലിലുള്ള സാധാരണ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ എത്താൻ തുടങ്ങി. ദെൻ ഐ വുഡ് വാണ്ടർ ഔട്ട് ആൻഡ് ലുക്ക് ആബ്സെന്റ്ലി അറ്റ് ദ ചർച്ച് ഡയറക്ട്ലി. ഞാൻ പിന്നീട് പോയത് ചർച്ച് ഡയറക്ട്ലിയാണ്. അത് ചുമ്മാ വെറുതെ ഇങ്ങനെ നോക്കി അശ്രദ്ധമായി നോക്കിക്കൊണ്ടിരുന്നു. ലിസ്റ്റിംഗ് ദ സർവീസ് ടു ബി ഹെൽഡ് നെക്സ്റ്റ് ഡേ. അതായത് അടുത്ത ദിവസത്തെ കുർബാന എപ്പോഴാണ് അല്ലെങ്കിൽ സർവീസ് എപ്പോഴാണ് എന്ന് നോക്കുന്നതായിരുന്നു എൻ്റെ പ്രധാന പണി. ഇൻ ടു ദി ബാർ ഐ ഫൈനലി വാണ്ടഡ്. വീണ്ടും ഞാൻ ബാറിന്റെ അങ്ങോട്ടേക്ക് പോയി. വിത്ത് എ വാഗ്യൂ ഐഡിയ ദാറ്റ് ഐ ഹാഡ് ബൈ എ ബോട്ടിൽ ഓഫ് ജിഞ്ചറാലെ. എനിക്ക് ഒരു ബോട്ടിൽ ജിഞ്ചറാലെ മേടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഐ കുഡ് സ്ക്രാപ്പ് അപ്പ് ആൻ ഇൻട്രസ്റ്റിംഗ് അക്വൈൻറ്റൻസ്. അതായത് ഏതെങ്കിലും താല്പര്യമുള്ള ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. സഡൻലി ഐ ഗോട്ട് സ്കേർഡ് ടു ഡെത്ത്. പെട്ടെന്ന് തന്നെ ഞാൻ മരണത്തെ ഭയപ്പെട്ടു. ഐ റിയലൈസ്ഡ് ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ യൂഷ്വൽ റാഷണലൈസേഷൻ വിച്ച് ലെഡ് മീ ടു ദി ഫസ്റ്റ് ഡ്രിങ്ക്. അതായത് ഇത്തരം തോന്നലുകൾ, അതായത് ബാറിലേക്ക് പോകുക എന്ന തോന്നലുകൾ സാധാരണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുട്ടിയിലേക്ക് നയിക്കുന്നതാണ്. പിന്നീട് അതൊരു വലിയ ഭൂകമ്പത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു പ്രഹരത്തിന്റെ തുടക്കമാണ്. സ്റ്റിൽ വാക്കിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബിറ്റ്വീൻ ബാർ ആൻഡ് ചർച്ച് ഡയറക്ടറി പാനിക് ഇൻക്രീസ്ഡ്. അതായത് മറ്റേ ഒരു മൂലയിലുള്ള ചർച്ച് ഡയറക്ടറിയുടെ ടെലിഫോൺ ഡയറക്ടറിയിലേക്ക് നോക്കിക്കൊണ്ടും അത് മറ്റേ എൻഡിലുള്ള ഈ ബാറിലേക്ക് നോക്കിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്ത് പാനിക്കാവാണ്. ദ പുൾ ഓഫ് ദ ബാർ became terrific. I was really tempted this time. അതായത് ബാറിലെ ആ തിങ്ങി നിറഞ്ഞ അവസ്ഥ എനിക്ക് ശരിക്കും പ്രലോഭനം നൽകുന്നു. ബട്ട് സ്റ്റിൽ ഐ കുഡ് തിങ്ക് സ്ട്രൈറ്റ്. പക്ഷെ ഇപ്പോഴും എനിക്ക് നേരെ ചിന്തിക്കാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. വാട്ട് ഷുഡ് ഐ ഡു? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദെൻ ഐ സഡൻലി റിയലൈസ് ഹൗ മച്ച് ഹെൽപ്പിംഗ് അതർ ആൾക്കോൾസ് ഹാഡ് ഹെൽപ്ഡ് മീ. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, മദ്യാസക്തിയിൽ നിന്ന് മാറാൻ സഹായിക്കുന്നതിലൂടെ അത് എന്നെ എത്രമാത്രം സഹായിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഈവൻ ദോ നൺ ഹാഡ് ഗോട്ട് വെൽ ദംസെൽവ്സ്.
അതായത് ബിൽ ഡബ്ല്യു ഇവിടെ വരുമ്പോഴത്തേക്ക് ഏകദേശം സോബറായിട്ട് 6 മാസമായി. 6 മാസത്തെ കാലയളവിൽ ആരും സോബറായിട്ടില്ലെങ്കിൽ കൂടി ബിൽ ഡബ്ല്യുവിനെ സംബന്ധിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ അവനെ സോബറാക്കി. ഐ ഹാഡ് ഹാവ് ടു ഫൈൻഡ് ആൻ ആൽക്കോളിക് അക്രോൺ ആൻഡ് ഫൈൻഡ് ഹിം ക്വിക്ക്. പിന്നീടുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നത് ഇവിടെ ഈ അക്രോണിൽ, അതായത് ഒഹായോ എന്ന് പറയുന്ന ഈ നഗരത്തിൽ, ഈ അക്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു ആൽക്കഹോളിക്കിനെ പിടിക്കേണ്ടി വരുന്നു, അതും വളരെ പെട്ടെന്ന് തന്നെ. ദിസ് ഈസ് ആർഗ്യൂബിളി ദ മോസ്റ്റ് സെമിനൽ മൊമെന്റ് ഇൻ എ ഹിസ്റ്ററി. അപ്പോ ഇതാണ് ആൽക്കഹോളിസത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നിമിഷം. Wilson's growing awareness that he might actually pick up a drink was followed by a startling new insight. അതായത് ആദ്യത്തെ കുടി അല്ലെങ്കിൽ മദ്യം എടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുക എന്നുള്ള ചിന്ത വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉൾവെളിച്ചം അവർക്ക് കൊടുത്തു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഐ റിയലൈസ്ഡ് ആസ് നെവർ ബിഫോർ ഹൗ വർക്കിംഗ് വിത്ത് അതർ ആൽക്കഹോളിക്സ്. ഞാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു മറ്റു മദ്യാസക്തരോടൊത്തുള്ള പ്രവർത്തനം എന്നെ എങ്ങനെയാണ് സഹായിക്കുന്നത്. ഓവർ ദ പ്രീവിയസ് 5 months, 5 മാസങ്ങളായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഹാർഡ് പ്ലേഡ് സച്ച് എ ഗ്രേറ്റ് പാർട്ട് ഇൻ സസ്റ്റെയിനിങ് മൈ ഒറിജിനൽ എക്സ്പീരിയൻസ്. അതായത് എൻ്റെ അനുഭവങ്ങളിലൂടെ ഉറച്ചു നിൽക്കാനായിട്ട് മറ്റുള്ളവരോടുള്ള പ്രവർത്തനം എന്നെ സഹായിച്ചു. ആൻഡ് ഐ തോട്ട് ടു മൈസെൽഫ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു: ഐ മസ്റ്റ് ഫൈൻഡ് അനദർ ആൽക്കഹോളിക് ആൻഡ് ഹെൽപ്പ് ഹിം സോ ദാറ്റ് ഐ ക്യാൻ റിമെയിൻ ഫ്രീ. ഞാൻ മറ്റൊരു മദ്യാസക്തനെ കണ്ടെത്തേണ്ടതുണ്ട്, അത് എന്നെ സ്ഥിരമായിട്ട് കുടിക്കാതിരിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ സഹായിക്കും. ബിസൈഡ്സ് ദ സബ്സിക്വന്റ് ഈവൻസ് റെക്കോർഡ് ഹിയർ, അതായത് ഈ പറയുന്ന ഒരു ഈവന്റ്, ഈ ഒരു സാഹചര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു സ്പെക്കുലേറ്റഡ് ഓൺ ദ വെരി ഡിഫറെന്റ് ഫ്യൂച്ചർ ഇഫ് എനി ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് ഈ സാഹചര്യമാണ് പിന്നീടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ചരിത്രത്തിലേക്ക് നയിക്കുന്നത്. ഇഫ് വിൽസൺ ഹാഡ് ബീൻ സക്സസ്ഫുൾ ആൻഡ് മൂവ്ഡ് ടു അക്രോൺ ഇൻ മിഡ് 1935, 1935 വിൽസൺ ഈ പറയുന്ന അക്രോണിലേക്ക് പോകുന്നത്. സംതിങ് ഹി ഹാസ് പ്ലാനിങ് ടു ഡു, എന്തോ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആസ് ഹി ടോൾഡ് ലൂയിസിനോട് ഇങ്ങനെയാണ്: ദ ലൈഫ് ഈസ് സോ ഡിഫറെന്റ് ഹിയർ ആൻഡ് സോ ഇൻട്രസ്റ്റിംഗ്. ജീവിതം പെട്ടെന്ന് മാറി മറിയും, ഇത് വളരെ താല്പര്യമുള്ള. ഇറ്റ് വുഡ് മേക്ക് എ ബ്രാൻഡ് ന്യൂ ഗേൾ ഓഫ് യു ഇൻ 6 months. എന്നിട്ട് ലൂയിസ് എന്ന് പറയുന്നത് തന്റെ ഭാര്യയോട് പറയുന്നതാണ്: 6 മാസത്തിനുള്ളിൽ നിന്നെ ഒരു പുതിയ സ്ത്രീയായിട്ട് മാറ്റും. ആൻഡ് ഐ ആം പ്രെറ്റി ഷുവർ വി ആർ ഹെഡഡ് ടുവേർഡ് അക്രോൺ. നമ്മൾക്ക് ഇനിയും തുടർച്ചയായിട്ട് അക്രോണിലേക്ക് വരേണ്ടി വരും. ഇത് പറഞ്ഞിരിക്കുന്നത് ലൂയിസ് വിൽസൺ അവളുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. These 3 quotes, along with several other relating by Bill, repeatedly make the point at the first time Wilson's noticed the direct connection between his own continued sobriety and his effort to get others sober. അതായത് ഇവിടെ ഈ സൂചിപ്പിക്കുന്ന ഒരു ഈവന്റ് മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. അദ്ദേഹം 5 മാസം സുബോധാവസ്ഥയിൽ നിൽക്കുകയും ചെയ്തു. പിന്നീട് മറ്റു മദ്യാസക്തരോട് സുബോധത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകതയും കൂടി പറയുന്നതാണ് ഈ ഒരു ഈവന്റ്. There is an often repeated AA urban legend that Lewis Wilson was the first to notice the fact, but the source of that story has proven to be surprisingly elusive. Supposedly, just before he left for Akron, Bill was depressed and complaining about his lack of success in getting even one person sober during the previous 5 months. അതായത് അക്രോണിൽ അതിനു മുമ്പും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 മാസക്കാലത്തും ഒരാളെ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നും ലൂയിസ് വിൽസൺ അവളുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് ലൂയിസ് allegedly disagreed with him, saying something along with the lines of, well, that's not true, Bill, if nothing else you stayed sober. അതായത് ആരെയും കിട്ടിയില്ല എന്നത് സത്യം തന്നെ, പക്ഷെ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അവൻ സോബറായിട്ട് നിന്നു. ഇറ്റ് വുഡ് ബി വണ്ടർഫുൾ ടു യൂസ് ദിസ് ടെയിൽ ടു സപ്പോർട്ട് AS ബിലീഫ്. അപ്പോൾ ഈ കഥ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വാസത്തിനെ വളരെയധികം പിന്തുണയ്ക്കുന്നതാണ്. ദാറ്റ് ദ ബെസ്റ്റ് വേ ടു സ്റ്റേ സോബർ ടു ക്യാരി ദ മെസ്സേജ് ഓഫ് റിക്കവറി ടു അനദർ ആൽക്കഹോളിക്. അതായത് സ്വയമായിട്ട് സുബോധാവസ്ഥയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും മറ്റൊരു ആൽക്കഹോളിക്കിനെ സഹായിക്കണമെന്നുള്ള AAയുടെ ആ ഒരു കഥയെ, അല്ലെങ്കിൽ AAയുടെ ആ ഒരു ആശയത്തെ പിന്തുണയ്ക്കുന്നതാണ് ഈ കഥ. ബട്ട് വിത്തൗട്ട് എ സിംഗിൾ ഷെഡ് ഓഫ് ഡിസ്കവേർഡ് എവിഡൻസ് ഇൻ ഫേവർ. അതായത് ഇതിനെ അനുകൂലിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും അതുവരെ ലഭ്യമല്ല. ഇറ്റ്സ് അപ്പിയറൻസ് ഹിയർ മസ്റ്റ് ബി ലിമിറ്റഡ് ടു എ ഫുട് നോട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫുട് നോട്ട് ഞങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. കാരണം ഇതാണ് ആദ്യത്തെ തെളിവ്, മറ്റൊരാളെ സുബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്ന 5 മാസത്തെ ഒരു ആള്.
അപ്പൊ ഇനി നമുക്ക് ആ പുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. ദിസ് ഈസ് ആർഗ്യുബിളി ദ മോസ്റ്റ് സെമിനൽ മൂവ്മെന്റ് ഇൻ എ ഹിസ്റ്ററി. ഇതാണ് വളരെയധികം ഉള്ള ചരിത്രം. അത് നമ്മൾ പറഞ്ഞു. ദിസ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. വൈൽ ദ തേഴ്സ്റ്റി ബിൽ വിൽസൺ, അതായത് ദാഹിക്കുന്ന അല്ലെങ്കിൽ കുടിക്കായി ദാഹിക്കുന്ന ബിൽ വിൽസൺ പേസ്ഡ് ഇൻ ദ ലോബി, ലോബിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഓഫ് ദ മേഫ്ലെയർ ഹോട്ടലിലൂടെ. ഇറ്റ് വാസ് ജസ്റ്റ് നോട്ട് ഹിസ് ഓൺ സോബറിറ്റി, അവന്റെ മാത്രം സുബോധാവസ്ഥ, ബട്ട് പെർഹാപ്സ് ദ ഹോൾ ഫ്യൂച്ചർ ഓഫ് എ വിച്ച് ഹാങ് ഇൻ ദ ബാലൻസ്. അതായത് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപീകരണത്തിന് നിദാനമായ അല്ലെങ്കിൽ തുടക്കം കുറിച്ച ഈ ഒരു ഈവന്റ് നമ്മളൊന്ന് ഓർത്തു നോക്കൂ. വീണ്ടും അദ്ദേഹം കുടിക്കുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോകം മുഴുവൻ വ്യാപിക്കില്ല. അതുകൊണ്ടാണ് ചരിത്രകാരൻ പറയുന്നതാണ്, ഹോൾ ഫ്യൂച്ചർ ഓഫ് എയുടെ മൊത്തം ഭാവി തൂങ്ങി ആടുകയാണ് ആ നിമിഷം. ഫോർച്ചുനേറ്റ്ലി ഇൻ ഹിസ് ഡിസ്പറേഷൻ ദിസ് സെൽഫ് ഡിസ്ക്രൈബ്ഡ് റം ഹോണ്ട് ഫ്രം ന്യൂയോർക്ക്. അതായത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്, അതായത് ഞാനൊരു മദ്യാസക്തനാണ്, അല്ലെങ്കിൽ റം ഹോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കള്ളു കുടിക്കുന്ന വലിയ കുടിയനായിട്ടുള്ള ന്യൂയോർക്കിൽ നിന്ന് ഒരാളാണ് എന്നാണ് ഇദ്ദേഹം ഫോണിലൂടെ പറയുന്നത്. ഡിസൈഡ് ഹിസ് സാൽവേഷൻ ലേ ഇൻ റീച്ചിങ് ഔട്ട് ടു അനദർ ആൽക്കഹോളിക്. അതായത് മറ്റൊരു ആൽക്കഹോളിക് അടുത്തേക്ക് എത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി. ആൻഡ് ഹി പിക്ഡ് അപ്പ് ദ ഫോൺ. അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്തു. ആൻഡ് മേഡ് സെവറൽ കോൾസ്. ധാരാളം കോളുകൾ അദ്ദേഹം വിളിച്ചു. വിച്ച് ഈവൻച്വലി ലെഡ് ഹിം ടു ദ ഹോൾ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വിത്ത് ഡോക്ടർ ബോബ് സ്മിത്ത്. അതുകൊണ്ട് അങ്ങനെ ആ കോളിലൂടെയാണ് അദ്ദേഹം ഡോക്ടർ ബോബ് സ്മിത്തിനുമായിട്ടുള്ള ഒരു മീറ്റിംഗിലേക്ക് എത്തിയത്. ദീസ് ആക്ഷൻസ് നോട്ട് ഓൺലി പ്രിസർവ്ഡ് വിൽസൺസ് ഓൺ ടെന്നസ് സോബ്രിറ്റി. ഈ ഒരു പ്രവൃത്തി ആൽക്കഹോളിക്സ് അനോണിമസിലെ ബിൽ വിൽസന് മാത്രമല്ല സുബോധാവസ്ഥ നിർത്തിയത്. ദേ ഓൾസോ റിസൾട്ട് ഇൻ ദ സ്മിത്ത് ഈവൻച്വലി ഗെറ്റിംഗ് സോബർ. ഡോക്ടർ ബോബിനെയും ആ പ്രവൃത്തിയിലൂടെ സോബറാക്കാൻ അദ്ദേഹം സഹായിച്ചു. ബിക്കോസ് ഓഫ് ദിസ് ഇൻസിഡന്റ്, ഈ ഒരു സംഭവത്തോടുകൂടി, ആൻഡ് സോ മെനി മോർ ലൈക്ക് ഇറ്റ് വിച്ച് ഫോളോഡ്, ഇതിനുശേഷം ഇതേ സംഭവങ്ങൾ പല ആവർത്തിച്ച് നമുക്കറിയാം. അത് പിന്നീട് ലോകം മുഴുവൻ വ്യാപിക്കുകയും എന്റെയും നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. വിൽസൺ ബിലീവ്ഡ് ദാറ്റ് carrying the message to another alcoholic was the most foolproof way for the newly sober man to avoid picking up the first drink. അതായത് വിൽസൺ പറയുന്നത്, അല്ലെങ്കിൽ ബിൽ വിൽസന്റെ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, ഒരു ആൽക്കഹോളിക്ക് മറ്റൊരു ആൽക്കഹോളിക്കിന് സഹായിക്കുന്നതാണ് വളരെയധികം, അതായത് മണ്ടത്തരമല്ലാത്ത ഒരു തെളിവാണത് ആദ്യത്തെ കുടിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റൊരു മദ്യാസക്തനെ സമീപിക്കുക, അവനെ സോബറാകാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഇൻ അഡിഷൻ, അതുകൂടാതെ ദിസ് ആക്ടിവിറ്റി വാസ് അക്നോളജ്ഡ്, ഈ പ്രവൃത്തി ഇങ്ങനെ പറയുന്നു, ആസ് എ പ്രൊഫണ്ടലി സ്പിരിച്വൽ വൺ ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ്. ഇങ്ങനെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് നമ്മൾ നയിക്കുന്നതിന് കൂടി സഹായിക്കുന്നതാണ്. ദ ചാപ്റ്റർ വർക്കിംഗ് വിത്ത് അതേഴ്സ്, അതായത് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്നുള്ള അധ്യായം മൾട്ടി ലിപ്ത് പ്രിന്റിംഗ്, അത് ആദ്യത്തെ പ്രിന്റിംഗിൽ കാണുന്നതാണ്. ഓപ്പൺ വിത്ത് എ സ്ട്രൈക്കിംഗ്ലി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷിംഗ് ദ പ്രിവിലേജ്ഡ് പൊസിഷൻ ദാറ്റ് വൺ ആൽക്കഹോളിക് ടോക്കിംഗ് ടു അനദർ ഹെൽഡ് ഇൻ ദ എയർലി ഫെലോഷിപ്പ്. അതായത് ഒരു ആൽക്കഹോളിക്ക് മറ്റൊരു ആൽക്കഹോളിക്കിനോട് സംസാരിക്കുന്നതിലൂടെ സുഖപ്പെടൽ പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയം വിവരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണത്. അത് നമ്മുടെ തുടക്കത്തിലെ ഫെലോഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഷോ ദാറ്റ്, അതിനകത്ത് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് നത്തിങ് വിൽ സോ മച്ച് ഇൻഷുർ യുവർ ഓൺ ഇമ്മ്യൂണിറ്റി ഫ്രം ഡ്രിങ്കിങ് ആസ് ഇന്റൻസീവ് വർക്ക് വിത്ത് അതർ ആൽക്കഹോൾ ഇറ്റ് വർക്ക്സ് വെൻ അതർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഫെയിൽ. അതായത് നമ്മൾക്കുള്ള ഒരു സെക്കൻഡ് സോറി, എനിക്കൊരു കോൾ വന്നു, അർജന്റ് ആയിരുന്നേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പ്രാക്ടിക്കൽ നമ്മുടെ പ്രവൃത്തി പരിചയം വിവരമാക്കുന്നത് എന്ന് പറഞ്ഞാല് ഇൻഷുർ ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി ഫ്രം ഡ്രിങ്കിങ്. അതായത്
നമ്മളെ മറ്റൊരു കുടിയിലേക്ക് സംരക്ഷിക്കുന്നതാണ് ആസ് ഇന്റൻസീവ് വർക്ക് വിത്ത് അതർ, മറ്റുള്ളവരോടുള്ള പ്രവർത്തനം. ഇറ്റ് വർക്ക്സ് വെൻ വെദർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഫെയിൽ. മറ്റേതൊരു ആത്മീയ ആക്ടിവിറ്റീസും പരാജയപ്പെടുമ്പോൾ നമ്മളുടെ ഈ ആത്മീയ പ്രവൃത്തി, അതായത് മറ്റൊരു മദ്യാസക്തനെ സഹായിക്കുക എന്നുള്ള പ്രവൃത്തി നമ്മളെ കുടിയിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കും. Working with others was explicitly considered to be the single most practical spiritual exercise to ensure continued sobriety. അതായത് തുടരുന്ന സുബോധാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു പ്രവൃത്തി, ഒരു എക്സസൈസ് ആണ് എന്ത്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രാക്ടിക്കൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മറ്റൊരു മദ്യാസക്തനുമായിട്ട് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ദാറ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഹാഡ് ബീൻ ഫോർഗോട്ടൺ ബൈ ദ റീഡർ ആസ് ഹി മേഡ് ഹിസ് വേ ത്രൂ ദ മെനി ഡീറ്റെയിൽസ് പ്രസന്റ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് റീഡർ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് വർക്കിംഗ് വിത്ത് അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന ചാപ്റ്ററിൽ വിവരിച്ചിരിക്കുന്നത്. ബിൽ ഫാമിലി റീസ്റ്റേറ്റഡ് ഇൻ ജസ്റ്റ് 6 പാരഗ്രാഫ് ഫ്രം ദ എൻഡ്. അവസാനം വീണ്ടും 6 പാരഗ്രാഫിലായിട്ട് അദ്ദേഹം ഇതിനെപ്പറ്റി വളരെയധികം വീണ്ടും വിശദീകരിച്ചു. ഇഫ് യു ആർ സ്പിരിച്വലി ഷേക്കി, അതായത് നിങ്ങൾ ആത്മീയമായിട്ട് വറക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയിൽ ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലാണെങ്കിൽ, അയാൾ ഇങ്ങനെ എഴുതി: യു ഹാഡ് ബെറ്റർ വർക്ക് വിത്ത് അനദർ ആൽക്കഹോളിക്. നിങ്ങൾക്ക് നല്ലത് മറ്റൊരു ആൽക്കഹോളിക്കുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇറ്റ് വാസ് ദ വെരി ബെസ്റ്റ് വേ ടു പ്രിസർവ് യുവർ ഓൺ സോബ്രിറ്റി. ഇതാണ് നിങ്ങളുടെ ഒരു സുബോധാവസ്ഥ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ബിയോണ്ട് ദ സ്പിരിച്വൽ ബെനിഫിറ്റ് ഓഫ് വർക്കിംഗ് വിത്ത് അതേഴ്സ്, അതായത് ഇതിനപ്പുറം, അതായത് മറ്റൊരു മദ്യാസക്തനുമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടുന്ന ആത്മീയമായിട്ടുള്ള നമ്മുടെ ഗുണങ്ങളെക്കാൾ ഉപരിയായി, ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ത്രൂ ഔട്ട് 1938, 1938 മുതൽ there were only 2 Alcoholics Anonymous meeting in the world. ഈ ലോകം മുഴുവനുമായിട്ട് 2 ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിങ്ങുകളുള്ളൂ. 1938 അല്ലെങ്കിൽ 39 ഏപ്രിൽ വരെ. വൺ ഇൻ ബ്രൂക്ലിൻ, ഒരെണ്ണം ബ്രൂക്ലിൻ ഓൺ ട്യൂസ്ഡേ നൈറ്റ്സ്, അത് ചൊവ്വാഴ്ച രാത്രിയാണ് ബ്രൂക്ലിനിലുള്ളത്. ആൻഡ് ദ അതർ ഹെൽഡ് ഇൻ അക്രോൺ എവരി വെനസ്ഡേ, അക്രോണിലെ എല്ലാ ബുധനാഴ്ച വൈകുന്നേരവും. ആൻഡ് അറ്റ് ദ ടൈം ദ പ്രൈമറി ആക്ടിവിറ്റി പെർസ്യൂഡ് ബൈ AA members was not going to meetings. അപ്പൊ ഇറ്റ് വാസ് ട്രൈങ് ടു ഹെൽപ്പ് അനദർ ആൽക്കഹോളിക് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദ പാത്ത് ഓഫ് സോബ്രിറ്റി. അപ്പൊ ഇവിടെ ഈ സമയത്ത് 1938 കാലഘട്ടത്തിൽ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, മീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് ഒരു മീറ്റിങ്ങിന് പോകാൻ കഴിയില്ല. പക്ഷെ അവർ മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാനായി, അല്ലെങ്കിൽ ഈ സുബോധത്തിന്റെ പാതയിലൂടെ അവനെ സഹായിക്കാനായിട്ട് അവര് ഇറങ്ങി. ദ പ്രാക്ടീസ് ഓഫ് റീച്ചിങ് ഔട്ട് ടു അതേഴ്സ്, അതായത് അങ്ങനെ മറ്റൊരു മദ്യാസക്തനിലേക്ക് എത്തുവാനുള്ള ഇവരുടെ ഈ പരിശീലനം വാസൻ ജസ്റ്റ് വൺ മോർ എലമെന്റ് ഇൻ ദ ക്വസ്റ്റ് ഫോർ സോബ്രിറ്റി. അപ്പൊ അങ്ങനെ സുബോധാവസ്ഥയുടെ ഒരു മറ്റൊരു ഭാഗമായി മാറി. ഇറ്റ് വാസ് ലിറ്ററലി ദ മോസ്റ്റ് important things early members did on a day-to-day basis in their effort to stay sober. ഇങ്ങനെ അന്നത്തെ കാലത്തെ അംഗങ്ങള് അവരുടെ ദൈനംദിന പ്രവൃത്തിയുടെ ഒരു ഭാഗമാക്കി മാറ്റിയ ഒരു കാര്യമാണ് മറ്റൊരു മദ്യാസക്തനുമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. While most of the initial work with the new men in Akron was being done during their hospital stay, ഭൂരിഭാഗവും ഇവർ ഈ ആളുകളെ ആശുപത്രി ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവിടെ വെച്ച് തന്നെ അവരുടെ ഈ തുടക്കത്തിലുള്ള ഈ പ്രവൃത്തികൾ അല്ലെങ്കിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ മെമ്പേഴ്സ് അവരെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദ എക്സ്പീരിയൻസ് ബിൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് മോർ ക്ലോസ്ലി മോഡൽഡ് ഓൺ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ന്യൂയോർക്ക്. അപ്പം വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന ചാപ്റ്ററിൽ ബിൽ വിൽസൺ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അവരുടെ ന്യൂയോർക്കിലെ മെത്തേഡാണ്, മറ്റൊരു മദ്യാസക്തനുമായിട്ട് പ്രവർത്തിക്കുന്ന മെത്തേഡാണ്. വേർ ദ ന്യൂ മെൻ വാസ് ടിപ്പിക്കലി അപ്രോച്ച്ഡ് ചെയ്തത്. ഒന്നില്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ അവരെ സമീപിക്കുമ്പോൾ അവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഫുട് നോട്ട് ഉണ്ട്, അതും കൂടി നോക്കാം. ദ anecdote is quite frankly such a great story that if it were true, surely either Bill or Louis would be recounted it at some time, most likely with the considered relish, just as they both candidly told the shoe throwing incident. But there is absolutely no evidence
that either of them ever told the story in recorded talk or any of their writing. Instead of they both ascribed Wilson's first realization of the fact of the day he was in such distress in Akron on May 93 was noted above. അതായത് ഇതിനു മുമ്പ് നമ്മൾ ഒരു ഭാഗത്ത് വായിച്ചിരുന്നു, ഈ വിൽ വിൽസന് നേരെ ലൂയിസ് വളരെ ദേഷ്യത്തോടുകൂടി ഷൂ വലിച്ചെറിയുകയും മേൽക്കൂരയിലേക്ക് പോവുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ, പക്ഷെ അത് അവരുടെ നോട്ടുകളിലോ ഒന്നും പറഞ്ഞിട്ടില്ല, അതിൽ ഏതെങ്കിലും റെക്കോർഡുകളിൽ നമുക്ക് അവൈലബിൾ അല്ലെന്ന് ചരിത്രകാരൻ പറയാണ്. അപ്പോൾ അലനോണിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു കഥ നമ്മൾ പൊതുവെ വൃത്തങ്ങളിൽ കേൾക്കാറുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, അനദർ കോട്ടേജ് ഇൻഡസ്ട്രി അമോങ് സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി, അതായത് ആൽക്കോളിസം അനുസരിച്ച് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആർ ദ മെനി അറ്റംപ്റ്റ്സ് ടു റിക്കോൾ ദ ഡിഫറെന്റ് ഡീറ്റെയിൽഡ് ഓഫേർഡ് അറ്റ് ഡിഫറെന്റ് ടൈംസ് അബൌട്ട് ഹിസ് ഫേമസ് ഫോൺ കോൾ. അതായത് ആൽക്കോളിസം അനുസരിച്ച് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന ടെലിഫോൺ കോളിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയാം. ഹൗ മെനി പീപ്പിൾ വെർ കോൾഡ് ബിഫോർ ബിൽ മെയ്ഡ് ദ ഓൾ ഇമ്പോർട്ടന്റ് കണക്ഷൻ വിത്ത് ദ റെവറൻഡ് ടാങ്ക്സ്. അതായത് എത്ര പ്രാവശ്യം ബിൽ ഡബ്ല്യു വിളിച്ചു, എത്ര പ്രാവശ്യം വിളിച്ചു, അതായത് റെവറൻഡ് ടാങ്ക്സ് എന്ന് പറഞ്ഞ ആളെയാണ്, പുരോഹിതനെയാണ് ഏറ്റവും അവസാനം വിളിക്കുന്നത്. അപ്പം ആൻഡ് ലെഡ് ഹിം ടു ഹെൻറിറ്റ സിബ്ലിംഗ്. അതിനുശേഷം റെവറൻഡ് ടാങ്ക്സ് ആണ് ഈ ഹെൻറിറ്റ സിബ്ലിങ്ങിനെ വിളിക്കാനായിട്ട് ബിൽ ഡബ്ല്യുവിനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ ചരിത്ര വിദ്യാർത്ഥികൾ പലപ്പോഴും പഠിക്കുന്നതിനായിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ, വേർ ദ കോൾസ് മെയ്ഡ് ഫ്രം ദ ഫോൺ ബൂത്ത് കോസ്റ്റിംഗ് പെർഹാപ്സ് അപ്പ് 50 cents ഫോർ 10 calls. 50 cent ആണ് 10 കോളിന് വേണ്ടി ചെലവാകുക. ഓർ വേർ ദ മെയ്ഡ് ഫ്രം ഹിസ് റൂം, അല്ലെങ്കിൽ അത് അവന്റെ റൂമിൽ നിന്നാണോ വിളിച്ചത്. ഡിഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പീപ്പിൾ ഓൾറെഡി നോ പിൽസ് പ്രസൻസ് ഇൻ അക്രോൺ ആൻഡ് വേർ ദ ഓൾറെഡി പ്ലാനിങ് ഫോർ ഹിം ടു ഹെൽപ്പ് ഡോക്ടർ സ്മിത്ത്. അതുപോലെ തന്നെ വേറൊരു സംശയമുള്ളത്, ബില്ലിന്റെ പ്രസൻസ് അറിയാവുന്ന അക്രോണിലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഡോക്ടർ ബോബുമായിട്ട് അവനെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. വാട്ട് എവർ ദ എക്സാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായി ഇതിനെപ്പറ്റി അറിയില്ല. ദ കണക്ഷൻ വാസ് മെയ്ഡ് ആൻഡ് ബിൽ വിൽസൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഡോക്ടർ ഫേമസ് കാരേജ് ഹൗസ് മീറ്റിംഗ് ഷോർട്ട്ലി ആഫ്റ്റർ ദിസ്. ഏതായാലും നമുക്കൊരു കാര്യം അറിയാം, ചില സമയങ്ങളിൽ പറയുന്നത് 10 പ്രാവശ്യം വിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം അത് അവര് 50 cent എന്ന് പറയുമ്പോൾ 10 കോളിന് ചെലവാകുന്ന പൈസയാണ് 50 cent. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഏതായാലും ഇതൊക്കെ എന്തൊക്കെ തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽ വിൽസൺ ഡോക്ടർ ബോബനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം അവർ മീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ തുടക്കത്തിന് ഇടയാക്കിയതെന്ന് ചരിത്രകാരൻ പറയാണ്. The word spiritual was deleted from the final sentence when the book was published 2 months later, and the Hazelden facsimile clearly shows that this was ഹാങ്പി doing. അതായത് സ്പിരിച്വൽ എന്ന വാക്ക് പലപ്പോഴായിട്ട് ഡിലേറ്റ് ചെയ്യപ്പെട്ടു. ഹാങ്പി ആണ് അത് ചെയ്തതെന്നാണ് ഹേസൽഡൻ ഫെസ്മേൽ പറയുന്നത്. അദ്ദേഹം മെമ്പർ ആയിരിക്കണം. ഹി ഹാസ് ഡ്രോൺ ഡാർക്ക് ബ്ലാക്ക് ലൈൻസ്, അതായത് ഡാർക്ക് ലൈൻ വരച്ചിട്ടിട്ട് ത്രൂ ദ വേർഡ് സ്പിരിച്വൽ ആൻഡ് യൂസ്ഡ് ആരോ ടു ഇൻഡിക്കേറ്റ് ഹിസ് റീസൺ. അങ്ങനെ ഓരോ സ്പിരിച്വൽ വാക്കുകളും അവൻ കട്ട് ചെയ്യുമ്പോൾ അവനൊരു ആരോ മാർക്ക് വരച്ചിട്ട് ഹാങ്പി എന്തുകൊണ്ടാണ് കാരണമെന്ന് എഴുതി, വിച്ച് ഇസ് റിട്ടൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. ഇതെല്ലാം പേജ് 27 പാരഗ്രാഫ് 3 12 സ്പിരിച്വൽ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ this refers to the origin from the 12th step of a printed in the same book that at least Hank's opinion made his reference there redundant. അതായത് ഹാങ്പിയുടെ കുറെ അഭിപ്രായങ്ങളൊക്കെ എഴുതുന്ന ഈ മൾട്ടിലിത്ത് കോപ്പികളിൽ നമുക്കത് കാണാമെന്ന് ചരിത്രകാരൻ പറയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ, ബിഫോർ ഹി became a patient or immediately after he had left the hospital, അതായത് ഈ പറയുന്ന വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന, അപ്പൊ അതിൽ കൂടുതലായി ഡീറ്റെയിൽ എഴുതിയിരിക്കുന്നത്, ഒന്ന് ന്യൂയോർക്കിലെ മോഡല് എങ്ങനെയാണ് മറ്റു മദ്യാസക്തരെ സമീപിച്ചിരിക്കുന്നതിന്റെ ഒരു മോഡലും, അതുകൂടാതെ ഈ ബിൽ ഡബ്ല്യു എങ്ങനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം രോഗികളുമായി ബന്ധപ്പെടുന്നതിന്റെ ഒരു മാതൃകയും. ഇൻ അഡീഷൻ അതുകൂടാതെ അല്ലെങ്കിൽ it is important to note that the candidates approached in 1938 in both Ohio and New York. അതായത് ആൽക്കോളിസം അനോണിമസിനെ സമീപിച്ചിരുന്ന ഒഹായോയിലെയും ന്യൂയോർക്കിലെയും അംഗങ്ങൾ ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി മിഡിൽ ക്ലാസ് ബിസിനസ്മാൻ, അവരെപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ബിസിനസ്മാനുകളായിരുന്നു സമീപിച്ചത്. ഇൻ എ കോണ്ടംപററി ലെറ്റർ ബിൽ കൺഫേംസ് ദ ഡിസൈറബിലിറ്റി ഓഫ് ദിസ് കൈൻഡ് ഓഫ് കാൻഡിഡേറ്റ്. അവരുടെ നോട്ടിംഗ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് ആൽക്കോഹോളിക് ഹൂ റിക്കവേഴ്സ് മോസ്റ്റ് റെഡിലി ഇസ് ദ മെൻ who they began to get some places in business and then it cut down by his hellish sickness. അപ്പൊ അന്നൊക്കെ വന്നിരുന്നത് ബിസിനസ്മാൻമാരായിരുന്നു. അപ്പൊ അവര് ഈ പ്രോഗ്രാമിൽ എത്തിയതിനു ശേഷം റെഡിയായി
കുടി മൂലം അവരുടെ ബിസിനസ് പലപ്പോഴും താഴെ പോയി ഈ രോഗം മൂലം. ദിസ് വാസ് ദ കൈൻഡ് ഓഫ് പ്രോസ്പെക്ട് മോസ്റ്റ് ഫ്രീക്വന്റ്ലി അപ്രോച്ച്ഡ് വിത്ത് ദ ന്യൂ പ്രോഗ്രാം ഓഫ് റിക്കവറി. അങ്ങനെയുള്ള ഈ ബിസിനസ് തകർന്നു പോയ ആളുകളാണ് നമ്മളെ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറിനെ കുറിച്ച് അന്വേഷിച്ചെത്തിയത്. ആൻഡ് ദ ചാപ്റ്റർ ബിൽ റോട്ട് ഡീറ്റെയിൽ ഇൻ ദ ബെസ്റ്റ് വേ ടു ക്യാരി ദിസ് വിച്ച് ക്ലിയർലി റിഫ്ലക്ട് ദ ഫാക്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള ചില കാരണങ്ങളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നതിനാണ് വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം അദ്ദേഹം എഴുതിയത്. അടുത്ത ഭാഗത്ത് ദ സെയിൽസ്മാൻ മേക്സ് ഹിസ് കേസ്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് ബിൽസ് റൈറ്റിംഗ് സ്റ്റൈൽ ഇൻ ദ ബിഗ് ബുക്ക് ഈസ് ഹിസ് കോൺസ്റ്റന്റ് സെല്ലിംഗ് ഓഫ് ദ എ പ്രോഗ്രാം. അപ്പോ ഒരു കാര്യം ബിഗ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ബിൽ ഡബ്ല്യു എഴുതിയിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം തുടർച്ചയായി ആൽക്കോളിസം അനോണിമസിന്റെ പ്രോഗ്രാം വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ എഴുത്തിലും. ഓൺ പേജ് ആഫ്റ്റർ പേജ്, ഓരോ പേജുകൾ കടന്നു പോകുന്നതോറും വിൽസൺ ഒരു അനുഭവത്തിലേക്ക് കടന്നു. ആസ് എ പ്രൊഫഷണൽ സെയിൽസ്മാൻ, ഒരു വലിയ സെയിൽസ്മാന്റെ, ഒരു സെയിൽസ്മാന്റെ ഒരു പ്രൊഫഷണലിസത്തേക്ക്, ഒരു തൊഴിൽപരമായിട്ട് ചെയ്യുന്ന അത്രയും ജ്ഞാനം കിട്ടുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. കോൺസ്റ്റന്റ്ലി കളേഴ്സ് ദ വേസ് ടു പ്രസൻസ് ഹിസ് ഇൻഫോർമേഷൻ. അതായത് തുടർച്ചയായി വളരെയധികം കളറുകൾ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഇൻഫോർമേഷൻ പകർത്തി എഴുതിയത്. ബിൽഡിംഗ് ആൻഡ് ആർഗ്യുമെന്റ്, ചില തർക്കങ്ങൾ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി സെൽ ഹിസ് കൺക്ലൂഷൻ ടു ദ റീഡർ. അതായത് വായനക്കാരനിൽ ഉണ്ടാകാനിടയുള്ള ചില തർക്കങ്ങൾ പോലും അദ്ദേഹം എഴുതി സൂചിപ്പിച്ചുകൊണ്ട് അത് വളരെ വിജയകരമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ക്ലോസ് ദ ഡീൽ, അതിനുശേഷം ആ ഡീല് ക്ലോസ് ചെയ്യുന്നുണ്ട്. പെർഹാപ്സ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ ഈസ് the one found in the chapter. നമുക്ക് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ കാണാവുന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. വി അഗ്നോസ്റ്റിക്സ്, നമ്മൾ അഗ്നോസ്റ്റിക്സ് ആണ് എങ്കിൽ വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ 5 pages ഓഫ് ഡിസ്കഷൻ ഓൺ ദ നെസസിറ്റി ഓഫ് അഡാപ്റ്റിംഗ് ബിലീഫ് ഇൻ കോഡ്. അതായത് അത് കടന്നു വരുന്നത് ഏകദേശം 5 പേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾക്ക് ഒരു ദൈവവിശ്വാസം ഉണ്ടാകുന്നതിന്റെ ആവശ്യതയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അഗ്നോസ്റ്റിക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരെ കുറിച്ച് പറയാണ്. വെൻ വി ബിക്കേം ആൽക്കഹോളിസ്റ്റ്, നമ്മളൊരു മദ്യാസക്തനായി മാറിക്കഴിയുമ്പോൾ, ക്രഷ്ഡ് ബൈ എ സെൽഫ് ഇമ്പോസ്ഡ് ക്രൈസിസ്, നമ്മളൊരു സ്വയം രൂപീകരിക്കപ്പെട്ട ഒരു ക്രൈസിസിൽ ഏർപ്പെടും. വി കുഡ് നോട്ട് പോസ്റ്റ്പോൺ ഓർ അവോയ്ഡ്, നമ്മൾക്ക് മാറ്റിവെക്കാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല. വി ഹാഡ് ടു ഫിയർലെസ്ലി ഫേസ് ദ പ്രൊപ്പോസിഷൻ ദാറ്റ് either God is everything or else he is nothing. നമ്മൾക്ക് ഒരു ഭാഗത്ത് എത്തിയേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ദൈവം എല്ലാമാണ്, അല്ലെങ്കിൽ അവനൊന്നുമല്ല. God either is or he isn't. ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. വാട്ട് വാസ് അവർ ചോയ്സ് ടു ബി, നമ്മുടെ ചോയ്സ് എന്താണ്? ഓവർ ദ ഇയേഴ്സ്, ധാരാളം വർഷങ്ങൾ, സം റീഡേഴ്സ് ഹാവ് ബീൻ പുട്ട് ഓഫ് ബൈ ദിസ് പെർവേസീവ് സെയിൽസ്മാൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ധാരാളം വർഷങ്ങളായിട്ട് ഈ വായനക്കാരനായിട്ടുള്ള ആളുകൾ ഈ ഒരു വിൽപ്പനക്കാരന്റെ ഈ ഒരു ആശയം, അതായത് ബട്ട് സെല്ലിംഗ് ഈസ് വെരി മച്ച് എ പാർട്ട് ഓഫ് ബിൽ വിൽസൺ സ്റ്റൈൽ. അതായത് ഈ വിൽപ്പന ബിൽ വിൽസന്റെ ഒരു സ്റ്റൈലാണ്. വെൻ ഇറ്റ് കംസ് ടു ദ പ്രോഗ്രാം ഓഫ് റിക്കവറി, അതായത് പ്രോഗ്രാം ഓഫ് റിക്കവറിയിൽ എത്തുന്ന ഒരാൾക്ക് ഈ ഒരു കാര്യം വിൽക്കുന്ന, നമ്മുടെ എയുടെ പ്രോഗ്രാം വിൽക്കുന്നതിൽ മിടുക്കനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഹിസ് റൈറ്റിംഗ് കോൺസ്റ്റന്റ്ലി വിയേഴ്സ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ആസ് ദാറ്റ് ഡ്രൈവ്സ് ഹോം ഹിസ് പോയിന്റ്സ് ആൻഡ് ട്രൈസ് ടു വിൻ ഈച്ച് ഓഫ് ദ ആർഗ്യുമെന്റ്സ് ഹി ഹാസ് സെറ്റപ്പ്. അപ്പം ഇവിടെയുള്ള വായനക്കാരനിൽ ഉണ്ടാകാനിടയുള്ള ഓരോ തരത്തിലുള്ള ഈ ആർഗ്യുമെന്റ്സുകളും വന്നതിന് ശേഷം ആ ആർഗ്യുമെന്റ്സ് എല്ലാം അദ്ദേഹം ഓരോ പോയിന്റുകൾ വഴി പറഞ്ഞുകൊണ്ട് അത് സെറ്റ് ചെയ്യാണ്. വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് പ്രവർത്തനം. പ്രസൻസ് ദ മോസ്റ്റ് സസ്റ്റൈൻഡ് എക്സാമ്പിൾ, അതായത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓഫ് ദിസ് അപ്രോച്ച് ആസ് ബിൽ ഓപ്പൺസ് ദ ചാപ്റ്റർ വിത്ത് സെവറൽ പേജസ്. അങ്ങനെ സെവറൽ പേജസ് ഓഫ് അഡ്വൈസ്, ധാരാളം ഉപദേശങ്ങളുണ്ട്. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് നത്തിങ് സോ മച്ച് ആസ് സെയിൽസ് 101 ട്രെയിനിങ് കോഴ്സസ്, 101 ട്രെയിനിങ് കോഴ്സസ് ആഫ്റ്റർ എക്സ്ട്രോളിംഗ്. ധാരാളം ഉപദേശങ്ങൾ, സെവറൽ പേജുകൾ ഉപദേശങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്കൊരു ഉപദേശമായിട്ട് തോന്നുന്നില്ല, ഒരു ട്രെയിനിങ് കോഴ്സ് പോലെയാണ് തോന്നുക. ആഫ്റ്റർ എക്സ്ട്രോളിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ക്യാരിങ് ദ മെസ്സേജ്, അതായത് എന്താണ് ഈ മെസ്സേജ് ക്യാരി ചെയ്താലുള്ള നമുക്ക് കിട്ടുന്ന ഗുണം ടു അതേഴ്സ്, മറ്റുള്ളവർക്ക്. ഹി കോഷൻസ് അഗെയിൻസ്റ്റ് അപ്രോച്ചിങ് ദ ന്യൂ കമേഴ്സ് ലൈക്ക്, അതായത് അതിനകത്ത് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്, ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. ഒരു പുതിയ ആളെ സമീപിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സമീപനത്തെ പറ്റി പറയുന്നുണ്ട്. അൻ എവാഞ്ചലിസ്റ്റ് ഓർ റീഫോർമർ, അതായത് ഒരു സുവിശേഷ പ്രചാരനെ പോലെയോ
ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പോലെയോ നമ്മൾ പെരുമാറരുതെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെയിങ് ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഇസ് ലൈക്ലി ജസ്റ്റ് അറൗസ് prejudice. അതായത് ആ തരത്തിലുള്ള ഒരു സമീപനം ഒരു സുവിശേഷ പ്രചാരകനെ പോലെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പോലെയുള്ള നമ്മുടെ പ്രവർത്തനം ഒരു പക്ഷെ അവരെ മടിപ്പിക്കും, അവരെ നമ്മളിൽ നിന്ന് അകറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് ഹി റിമൈൻസ് ദ മാൻ മേക്കിംഗ് ദ പിച്ച് ദാറ്റ് ടു ബി ഹെൽപ്ഫുൾ ഷുഡ് ബി യുവർ ഓൺലി എയിം. അതായത് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ്, ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു മനുഷ്യനെ സഹായിക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഹെൽപ്ഫുൾ ഷുഡ് ബി യുവർ ഓൺലി എയിം. ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ, അത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സഹായിക്കേണ്ടതെന്ന് മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. ഹി വാൺസ്, അദ്ദേഹം ഇങ്ങനെ വാൺ ചെയ്യുന്നുണ്ട്, to not ever present himself as a temperance preacher or a prohibitionist. അതായത് ഈ പറയുന്ന ഒരു പ്രീച്ചറെ പോലെ പ്രാസംഗികനെ പോലെ ഓർ എ പ്രൊഹിബിഷനിസ്റ്റ്. ഈ ടെമ്പറൻസ് പ്രീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാഷിങ്ടോണിയൻസ് എന്ന് പറയുന്ന ടെമ്പറൻസ് മൂവ്മെന്റ് അന്ന് അമേരിക്കയിലുണ്ട്. അവിടെയൊക്കെ പ്രീച്ച് ചെയ്യുന്നത് ഈ മദ്യനിരോധനത്തിന് വേണ്ടി പ്രൊഹിബിഷനിസ്റ്റ് പറയുന്നത് പോലെ that those approaches have never worked. അത്തരത്തിലുള്ള ഒരു കാര്യവും ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം വാഷിങ്ടോണിയൻസ് പിന്നീട് അല്ലെങ്കിൽ ടെമ്പറൻസ് മൂവ്മെന്റ് ഒക്കെ പിന്നീട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പോലും പിന്നീട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലെങ്കിൽ ആൽക്കഹോളിക്കിനെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോയതാണ്. അതുകൊണ്ടാണ് ഇത്തരം അപ്രോച്ചുകൾ നെവർ വർക്ക്ഡ് എന്ന് അനുഭവങ്ങളുടെ പാതയിലൂടെ സഞ്ചരിച്ച ബിൽ ഡബ്ല്യു എഴുതി വെക്കുന്നത്. വിത്ത് ആൽക്കഹോളിക്സ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ദേ വിൽ ഷുവർലി അലൈൻ യുവർ പ്രോസ്പെക്ട്. അതായത് ഇത്തരത്തിലുള്ള ആൽക്കഹോളിക്കില് മുൻകാലങ്ങളിൽ ആളുകൾ സമീപിച്ചിട്ടുണ്ട്, അവരുടെ സമീപനം പക്ഷെ അതൊന്നും വർക്കായിട്ടില്ല. വാഷിങ്ടോണിയൻസിനെ പറ്റിയും മറ്റു മൂവ്മെന്റുകളെ പറ്റിയും പറയുന്നതാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിൽ സജസ്റ്റ്, ആദ്യത്തെ കാര്യം പറയുന്നത് ഫോർ വിന്നിങ് ഓവർ എ ന്യൂ കവേർട്ട് ഈസ് ടു നോ യുവർ പ്രോസ്പെക്ട്. അപ്പോ ആ വർക്കിംഗ് വിത്ത് അതേഴ്സിൽ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം നമ്മുടെ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ പുതിയ ന്യൂ കമറെയാണ് പ്രോസ്പെക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയണം, അദ്ദേഹത്തിനെ സമീപിക്കുന്ന ഒരു പുതിയ ആളെ സമീപിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ട കാര്യം നോ യുവർ പ്രോസ്പെക്ട്. നിങ്ങൾ അവനെ പറ്റി ശരിയായി മനസ്സിലാക്കണം. വൺ ഓഫ് ദ കാർഡിനൽ റൂൾ ഓഫ് സെയിൽസ്മാൻഷിപ്പ്. നോക്കൂ, ഇത് ഒരു വിൽപ്പനക്കാരന്റെ ഏറ്റവും വലിയ റൂളാണ്. അതായത് കസ്റ്റമറെ മനസ്സിലാക്കുക എന്നുള്ളത്. or as he so bluntly puts it, find out all you can about him. നിങ്ങൾ അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ ഒരു സെയിൽസ്മാൻ മാത്രമാണ് ഒരു കസ്റ്റമറെ ശരിയായി മനസ്സിലാക്കുള്ളൂ, അവൻ എങ്ങനെയാണുള്ളത് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ അവനെ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. He suggests that the man carrying the message should first talk to the prospector's wife to get an idea his behavior, his problem. അതായത് ഇതിവിടെ പറയുന്നത്, ഇത് നമ്മൾ ഒരു ആളോട് സംസാരിക്കാൻ പോകുമ്പോൾ ആ ആളുടെ ഭാര്യയോട് അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, അവന്റെ ഹിസ് പ്രോബ്ലം, അവന്റെ പ്രശ്നത്തെക്കുറിച്ച്, ഹിസ് ബാക്ക്ഗ്രൗണ്ട്, അവന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ദ സീരിയസ്നെസ് ഓഫ് ഹിസ് കണ്ടീഷൻ, അവന്റെ ഇപ്പോഴത്തെ മദ്യാസക്തിയിലുള്ള അവസ്ഥയെക്കുറിച്ച്, ആൻഡ് ഹിസ് റിലീജിയസ് ലേണിംഗ്, അവൻ എങ്ങനെയാണ് റിലീജിയസ് ലീനിങ്സ്, എങ്ങനെയാണ് മതത്തോട് അവൻ ചാഞ്ഞു നിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കണം. നമുക്കറിയാം 1938 നമ്മൾ ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ നമുക്ക് മീറ്റിങ്ങുകളില്ല, അറിയാനായിട്ട് വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് പ്രോസ്പെക്ടസ് വൈഫിനോട് സംസാരിക്കാൻ പറയുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് പ്രോസ്പെക്ടസിനോട് തന്നെ ചോദിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ച് ഇവിടെ പറയാണ്. ആംഡ് വിത്ത് ദിസ് ഇൻഫോർമേഷൻ, അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഒരു ആയുധം പോലെ ശേഖരിച്ചതിന് ശേഷം ബിൽ ഇങ്ങനെ പറയുന്നതാണ്, ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ദെൻ ബി ടു ഏബിൾ ടു പുട്ട് യുവർ സെൽഫ് ഇൻ ദിസ് പ്ലേസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഇതില് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് സോ ഗെറ്റ് സം ഐഡിയ ഹൗ യു വുഡ് ലൈക്ക് ടു അപ്രോച്ച് യു ഇഫ് ദ ടേബിൾസ് വെർ ടേൺഡ്. അതായത് നമ്മൾ കാണാൻ പോകുന്ന പുതിയ മദ്യാസക്തൻ നമ്മളിലേക്ക് തിരിഞ്ഞു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അനുകൂലമായി ഇരിക്കുകയാണെങ്കിൽ, നമുക്ക് അവനോട് ഈ കാര്യങ്ങളെല്ലാം ശേഖരിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റും. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ, അറൈവ് വിത്ത് ആൻ അപ്രോച്ച് ദാറ്റ് ഓൾറെഡി ബീൻ കെയർഫുള്ളി ടൈലേർഡ് ടു ദിസ് പർട്ടിക്കുലർ മാൻ. അതായത് ഒരു
ഈ മനുഷ്യന് സൂട്ടാകുന്ന രീതിയിൽ എല്ലാം തുന്നിച്ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനത്തിലൂടെ ആ മനുഷ്യനിലേക്ക് എത്തുക. ഇതാണ് നമ്മുടെ വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് ട്രഡീഷണൽ അടുത്ത ഒരു ട്രഡീഷണൽ സെയിൽസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വിൽപ്പന എന്ന വുഡ് ബി ടു ക്വാളിഫൈ യുവർ പ്രോസ്പെക്ട്. അതായത് നമ്മുടെ പ്രോസ്പെക്ട് അതായത് പുതിയ മദ്യാസക്തൻ യോഗ്യതയുള്ളവനാണോ നോക്കുക. സോ ബിൽഡ് അഡ്വൈസ് ദാറ്റ് ഇറ്റ് ഈസ് വൈസ് ടു വെയിറ്റ് ടിൽ ഹി ഗോസ് ഓൺ എ ബിഞ്ച്. അതായത് ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവന് കിട്ടില്ല, പക്ഷെ അവൻ വീണ്ടും കുടിയിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് ബിൽഡബ്ല്യു അതിനകത്ത് പറയുന്നത്. ആൻഡ് ദെൻ വെയിറ്റ് ഫോർ ദ എൻഡ് ഓഫ് ദ സ്പ്രീ, അതായത് ഈ മദ്യാസക്തിയുടെ കുടിച്ചു കൂത്താടൽ വരെ വെയിറ്റ് ചെയ്യുക. ഓർ അറ്റ്ലീസ്റ്റ് എ ലൂസിഡ് ഇന്റർവെൽ, ചെറിയൊരു ഇന്റർവെല്ലെങ്കിലും അവന് കൊടുക്കുക കുടിക്കാൻ. വെൻ ദ ഫാമിലി ക്യാൻ ആസ്ക് ഹിം ഇഫ് ഹി വാണ്ട്സ് ടു ക്വിറ്റ് ഫോർ ഗുഡ് ആൻഡ് ഇറ്റ് ഹി വുഡ് ഗോ എനി എസ്റ്റീം ടു ഡു സോ. അതായത് ഫാമിലിയിലെ ആളുകൾ തന്നെ അവനോട് ചോദിക്കും, നിനക്ക് കുടി നിർത്താൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നീ വീണ്ടും കുടിച്ചു തുടരാനാണോ, അല്ലെങ്കിൽ എക്സ്ട്രീമിൽ പോകാനാണോ ആഗ്രഹിക്കുന്നത്. ഇഫ് ദ മാൻ റിപ്ലൈസ് പോസിറ്റീവ്ലി, അതായത് ആ മനുഷ്യൻ പോസിറ്റീവായിട്ട് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മറുപടി തരികയാണെങ്കിൽ, then the family should mention that they know someone who has solved his own problem with a drink. അതായത് കുടുംബക്കാർ അവനോട് പറയണം, നിന്റെ തന്നെ പ്രശ്നമുള്ള ചില ആളുകളുണ്ട്, അവർക്ക് നിന്റെ കുടിപ്രശ്നത്തെ മാറ്റി വെക്കാൻ കഴിയും. ആൻഡ് സോ and who tries to help others, മറ്റുള്ളവരെ സഹായിക്കുന്ന പാർട്ട് ഓഫ് ഹിസ് ഓൺ റിക്കവറി. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് അവന്റെ ഈ പറയുന്ന റിക്കവറിയുടെ ഭാഗമാണ്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ വിൽസൺ ഇങ്ങനെ പറയുന്നു: സ്റ്റാർട്ടിങ് വിത്ത് എ വില്ലിംഗ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഹർട്ടിംഗ് പ്രോസ്പെക്ട് ഹു ഹാസ് ഓൾറെഡി അഡ്മിറ്റഡ് ഹി ഈസ് ഓപ്പൺ ടു സജഷൻ ഫോർ ചേഞ്ച്. ചുരുക്കം പറഞ്ഞാൽ വിൽസൺ ഇങ്ങനെയാണ് പറയുന്നത്: ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഹോപ്പ്ഫുള്ളി ഹർട്ടിങ്, അതായത് മദ്യാസക്തി കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ദ്രോഹം സംഭവിച്ചവനാണെങ്കിൽ, പ്രോസ്പെക്ട് ഹു ഹാസ് ഓൾറെഡി അഡ്മിറ്റഡ് ഹി ഈസ് ഓപ്പൺ ടു സജഷൻ ഫോർ ചേഞ്ച്. അതായത് ഈ പറയുന്ന മദ്യാസക്തൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ് എന്നെങ്കിൽ, however if the prospect reject any help because he is still denial about his problem. അപ്പോ ഒരാള് എങ്ങനെയാണ് റിജക്ട്, നമ്മുടെ മദ്യാസക്തൻ തള്ളിക്കളിയാണ്, സഹായം തള്ളിക്കളിയാണെങ്കിൽ, ബിക്കോസ് ഹി സ്റ്റിൽ ഇൻ ഡിനയൽ, നിഷേധ മനോഭാവമാണെങ്കിൽ അബൌട്ട് ഹിസ് പ്രോബ്ലം, അവന്റെ ഈ പ്രോബ്ലത്തിന് ഒരു നിഷേധ മനോഭാവത്തിൽ എടുക്കുകയാണെങ്കിൽ അവനെ നമ്മൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? ഓർ ഹി തിങ്ക് ഹി ക്യാൻ സോൾവ് ഹിസ് ഡ്രിങ്ക് പ്രോബ്ലം ഓൺ ഹിസ് ഓൺ, അല്ലെങ്കിൽ അവന്റെ സ്വന്തം ശക്തി കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ സ്വന്തം ആശയം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ സ്വന്തം ചിന്തകൾ കൊണ്ട് അവൻ ഈ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ബിറ്റ് ഓഫ് സബ്വേഴ്സീവ് അഡ്വർടൈസിങ് ഈസ് സജസ്റ്റഡ്. ചില അനുകൂലമായ പരസ്യം അയാൾ പറഞ്ഞിട്ടുണ്ട് ബിൽഡബ്ല്യൂടെ. എ പോളി ദാറ്റ് മൈറ്റ് ബി തോട്ട് ഓഫ് ദ എഫക്റ്റീവ്ലി യൂസിങ് യുവർ പ്രൊമോഷണൽ മെറ്റീരിയൽസ്. അതായത് അത് നമ്മളുടെ ഈ പറയുന്ന പ്രോഗ്രാം വിൽക്കുന്നതിനുള്ള ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ കൂടിയാണ്. ഇൻ ദിസ് കേസ് ഇത്തരം കാര്യങ്ങൾ, അതായത് നിഷേധ മനോഭാവമുള്ള ഒരാൾക്ക് ബിൽ അഡ്വൈസ് ലീവിങ് എ കോപ്പി ഓഫ് ദ ബുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ്, ഒരു ബുക്കിന്റെ കോപ്പി, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോപ്പി അവിടെ വെച്ചിട്ട് പോവുക. ലേയിങ് അറൌണ്ട് ദ ഹൗസ്, അത് വീടിന്റെ എവിടെയെങ്കിലും വെക്കുക. വേർ ഹി ക്യാൻ സി, അവന് കാണാൻ പാകത്തിന്. ഇറ്റ് ഇൻ ദ ഹോപ്സ് ഇറ്റ് വിൽ അട്രാക്ട് ഹിസ് അറ്റൻഷൻ, അത് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന രീതിയിൽ വെക്കുക. ഡ്യൂറിങ് ഹിസ് നെക്സ്റ്റ് ഇന്റർവൽ ബിറ്റ്വീൻ ഡ്രിങ്ക്സ്, അവന്റെ ഏതെങ്കിലും കുടിയുടെ ഇടവേളകളിൽ, ഇഫ് ഹിസ് ഡെസ്ട്രസ് ഡ്രിങ്കിങ് കരിയർ, തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന നിരാശാജനകമായ മദ്യപാനത്തിന്റെ കാലഘട്ടത്തിൽ, ഹാസിൻഡ് ഓൾറെഡി ബോട്ട് ഹിം ടു ഹിസ് നീസ്, അവൻ എപ്പോഴെങ്കിലും മുട്ടുമേൽ നിൽക്കാൻ തയ്യാറാകും. ദെൻ പെർഹാപ്സ് റീഡിങ് അബൌട്ട് ദിസ് പവർഫുൾ ആൻഡ് പ്രൂവൺ ന്യൂ സൊല്യൂഷൻ, അങ്ങനെ ശക്തമായിട്ടുള്ള തെളിയിക്കപ്പെട്ട ഈ പുതിയ പരിഹാരം വിൽ ക്യാപ്ചർ ഹിസ് അറ്റൻഷൻ, അവന്റെ ശ്രദ്ധയിൽപ്പെടും. ആൻഡ് അറൗസ് സം ഹോപ്പ് ഓൺ ഹിം, അത് അവനിൽ പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കും. ആസ് എ ഫെയർലി സ്ട്രിക്റ്റ് റൂൾ ഓഫ് തംപ് വിൽസൺ, അതായത് ചില ശക്തമായിട്ടുള്ള ചില നിയമങ്ങൾ പറഞ്ഞതിന് ശേഷം വിൽസൺ വാൺസ് അഗൈൻസ്റ്റ് അപ്രോച്ചിങ് ദ പ്രോഗ്രാം, അത് വീണ്ടും വിൽസൺ വാണിംഗ് തരുവാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ്? അഗൈൻസ്റ്റ് അപ്രോച്ചിങ് ദ പ്രോസ്പെക്ട് ത്രൂ ഹിസ് ഫാമിലി, അതായത് അവന്റെ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവനെ ബന്ധപ്പെടാതിരിക്കുകയാണെന്നുള്ളത്. ആൻഡ് സജസ്റ്റ്, ഇങ്ങനെ നിർദ്ദേശിക്കുകയാണ്, ദ ബെസ്റ്റ് വേ ടു മേക്ക് എ പ്രോപ്പർ ഇംപ്രഷൻ ഓൺ ദ ന്യൂ മാൻ, അതായത് അവനിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക പുതിയ ആളുകൾക്ക്. ഈസ് ടു സെക്യൂർ എ പ്രൊഫഷണൽ റെഫറൽ ഫ്രം എ ഡോക്ടർ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ,
അത് ആൽക്കോളിസ് അനോണിമസിനെ പറ്റി അവന്റെ തന്നെ ഡോക്ടർ അവനോട് പറയട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ചികിത്സാ സ്ഥാപനങ്ങൾ അവനോട് പറയട്ടെ. ബിൽ സ്ട്രോങ്ലി റെക്കമെൻഡഡ് മെഡിക്കൽ ഹെൽപ്പ് ഫോർ ദോസ് ട്രൈൻ ടു ഗെറ്റ് സോബർ. ഇവിടെ ബില്ല് ശക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വൈദ്യശാസ്ത്രമായ സഹായങ്ങൾ ഈ പലർക്ക് സുബോധാവസ്ഥയിൽ കിട്ടാനായിട്ട് സഹായിക്കും. നോട്ടിങ് ദാറ്റ്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യുവർ മൻ നീഡ്സ് ഹോസ്പിറ്റലൈസേഷൻ ഷീ ഷുഡ് ഹാവ് ഇറ്റ്. എങ്ങനെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്? നിങ്ങൾ സമീപിക്കുന്ന മനുഷ്യന് ആശുപത്രി ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അവൻ അത് കൊടുക്കണം. ദെൻ വൺസ് ഹി ഈസ് എ പേഷ്യന്റ്, ഒരിക്കൽ അവൻ ഈ ബിൽ വിൽസൺ തന്നെ രോഗിയായിരുന്നപ്പോൾ, ലെറ്റ് ദ ഡോക്ടർ ടെൽ ഹിം വൺസ് ഹി ഈസ് എ പേഷ്യന്റ്, അതായത് അവൻ അഡ്മിറ്റ് ആയതിനു ശേഷം അവൻ രോഗിയായി കഴിയുമ്പോൾ, ലെറ്റ് ദ ഡോക്ടർ ടെൽ ഹിം, ഡോക്ടർ അവനോട് പറയട്ടെ, ഹി ഹാസ് സംതിങ് ന്യൂ ഇൻ ദ വേ ഓഫ് എ സൊല്യൂഷൻ, ഒരു പുതിയ മാർഗമുണ്ട്, പുതിയ ഒരു മാർഗം കയ്യിലുണ്ട് എന്ന് അവന്റെ ഡോക്ടർ തന്നെ അവനോട് പറയട്ടെ. വെൻ യുവർ മാൻ ഈസ് ബെറ്റർ, നമ്മൾ സമീപിക്കുന്ന ആള് വളരെ നല്ല രീതിയിലാകുമ്പോൾ, ലെറ്റ് ദ ഡോക്ടർ സജസ്റ്റ് എ വിസിറ്റ് ഫ്രം യു, നമ്മളോട് ആരോടെങ്കിലും അവനെ വിസിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ തന്നെ പറയട്ടെ. നോട്ട് ഹൗ വിൽസൺ കാഷ്വലി പെർസ്യൂംസ് ദ എ മെമ്പേഴ്സ് ഓൾറെഡി ഹാവ് എ വർക്കിംഗ് റിലേഷൻ വിത്ത് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ് ഹു വർക്ക്സ് ദെയർ. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ആ കാലത്ത് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ചികിത്സാ കേന്ദ്രങ്ങളുമായിട്ട്, ഡോക്ടേഴ്സുമായിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്തിരുന്നവരുമായിട്ട്, ഡോക്ടർമാരായിട്ട് വർക്ക് ചെയ്തിരുന്നവരുമായിട്ട് അംഗങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. സി ആൻഡ് ഹിസ് ഗ്രൂപ്പ്, അവനും അവന്റെ ഗ്രൂപ്പും ഹാർഡ് വിത്ത് ഡോക്ടർ സിൽക്കൂർത്ത് ആൻഡ് ടൗൺസ് ഹോസ്പിറ്റൽ. അതായത് ബിൽവിൽസന്റെ ഗ്രൂപ്പിനും ഡോക്ടർ സിൽക്കൂർത്തിനും ടൗൺസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. നമുക്ക് ആ ഒഹായോയില് നമ്മുടെ ഡോക്ടർ ബോബ് ആണെങ്കിൽ അവന്റെ സെന്റ് തോമസ് ഹോസ്പിറ്റൽ അക്രോണില് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അവിടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. വിൽസൺ വാസ് അവെയർ ദാറ്റ് ബൈ ദ ടൈം ദ ടിപ്പിക്കൽ ഡ്രങ്ക് റിക്വയർസ് എ ഹോസ്പിറ്റൽ വിസിറ്റ്. ഈ സമയത്ത് 1938-കളിൽ അല്ലെങ്കിൽ 1939-കളിൽ അത് ബിൽ വിൽസൺ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഈ പറയുന്ന പുതിയ ഒരു കുടിയൻ അവന് ആശുപത്രിയിലെ ഒരു വിസിറ്റ് ആവശ്യമുണ്ട്. ഹി വുഡ് ലൈക്ലി ബി പേയിങ് ലിറ്റിൽ ഓർ നോ അറ്റൻഷൻ ഓർ ടു ഹിസ് ഫാമിലി ഇൻസെന്റ് കംപ്ലൈൻസ്. അതായത് കുടുംബത്തിന്റെ ഈ പറയുന്ന തുടർച്ചയായിട്ടുള്ള പരാതികൾ അവന് വലിയ ശ്രദ്ധ ഉണ്ടാകില്ല. ബട്ട് ദാറ്റ് എ പ്രൊഫഷണൽ ഒപ്പീനിയൻ മൈറ്റ് ബ്രേക്ക് ത്രൂ. പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടറോ സ്ഥാപനമോ അവനെ ആൽക്കഹോളിക് സർവീസിന്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ ഒരു ചലനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കും. ദ മെനി ലെയേഴ്സ് ഓഫ് ഡിനയൽ, അതായത് ഒരുപാട് ലെയറുകൾ ഉണ്ടാവും ഈ നിഷേധത്തിന്, ഒരുപാട് അട്ടുകൾ ഉണ്ടാവും. കണ്ടിന്യൂലി എംപ്ലോയ്ഡ് ടു ജസ്റ്റിഫൈ ഹിസ് ഓൺ ഗോയിങ് ഡ്രിങ്കിങ് കരിയർ. അതായത് അവന്റെ കുടി കാലഘട്ടത്തിൽ, കുടി ജീവിതത്തിൽ, കുടി സമയത്ത് അവൻ ചെയ്തു കൂട്ടിയ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഗെയിനിങ് എ ന്യൂ പ്രോസ്പെക്ടസ് കോൺഫിഡൻസ്. അപ്പൊ ഇത് അടുത്ത ഭാഗം പറയുന്നത്, വർക്കിംഗ് വിത്ത് ദേശത്തിൽ പറയുന്നത്, ഒരു പുതിയ പ്രോസ്പെക്ടസിന്റെ അല്ലെങ്കിൽ പുതിയ ന്യൂ കമറിന്റെ വിശ്വാസത്തെ പിടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. വിൽസൺ ദെൻ ലോഞ്ചസ് ഇൻ ടു സെവറൽ പേജസ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്വൈസ്. അതായത് പിന്നീട് മറ്റുള്ളവരോടൊത്ത് പ്രവർത്തനം എന്ന അധ്യായത്തില് പടിപടിയായിട്ടുള്ള ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് പിന്നീടുള്ള പേജുകളിൽ വിൽസൺ വയ്ക്കുന്നത്. ഫോർ ഹൗ ടു അപ്രോച്ച് ആൻഡ് ഹോപ്പ്ഫുള്ളി സെൽ ദ ന്യൂ മാൻ. അതായത് എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യനെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ എയുടെ പ്രോഗ്രാം അവന് വിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഓൺ സോബറേറ്റി ഡ്യൂറിങ് എ ഫസ്റ്റ് വിസിറ്റ്, ആദ്യത്തെ വിസിറ്റിൽ തന്നെ എങ്ങനെയാണ് അവന് ഈ സുബോധത്തിന്റെ നമ്മുടെ പ്രോഗ്രാം വിൽക്കേണ്ടത്. ദിസ് പർട്ടിക്കുലർ സെക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് 14 സബ്സ്റ്റൻഷ്യൽ പാരഗ്രാഫ്, 14 പാരഗ്രാഫിലൂടെയാണ് അദ്ദേഹം പറയുന്നത് ദാറ്റ് മേക്കപ്പ് എ ഫുൾ 1/3 ഓഫ് വർക്കിംഗ് വിത്ത് അതേഴ്സ്. അതായത് 1/3 ഭാഗവും ഇത് തന്നെ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. മദ്യാസക്തിയുടെ മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈസ് ആക്ച്വലി ദ ഹെർട്ട് ഓഫ് ദ ചാപ്റ്റർ. അതാണ് ഈ ചാപ്റ്ററിന്റെ ഹൃദയം. ദിസ് ഫസ്റ്റ് മീറ്റിംഗ് ഈസ് ഫോർ പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അതായത് ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു മദ്യാസക്തനുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് കാരണം ഫെയിലിയർ ഹിയർ മീൻസ് നോ ഫർദർ കോണ്ടാക്ട് വിത്ത് ദ മെൻ. അപ്പൊ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ ആ മനുഷ്യനുമായി പിന്നീട് നമ്മൾക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയുകയില്ല. വൈൽ സക്സസ് ഗ്യാരണ്ടീസ്
അതായത് വിജയം നമുക്ക് ഉറപ്പ് വരുത്തുന്നത് അറ്റ്ലീസ്റ്റ് ദ പോസിബിലിറ്റി ഓഫ് സെക്കൻഡ് മീറ്റിംഗ്. ചിലപ്പോൾ നമുക്ക് വിജയം ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ രണ്ടാമത്തെ അവനുമായിട്ടുള്ള മീറ്റിംഗിലൂടെ ആയിരിക്കും. സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ദ റിക്കവേർഡ് മെമ്പർ, അതായത് ഒരു സുബോധാവസ്ഥയിലെത്തിയ ഒരു മെമ്പറോട് പറയുമ്പോൾ ഹു വിൽ ബി വിസിറ്റിംഗ് ദ സ്ട്രൈക്കൺ ഡ്രങ്ക്. ഒരു മോചനം പ്രാപിച്ച ഒരു മെമ്പറോട് അവനോട് സന്ദർശിക്കാൻ പറയുമ്പോൾ, വിസിറ്റിംഗ് ദ സ്റ്റിക്ക് ആൻഡ് ഡ്രങ്ക്, ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ സന്ദർശിക്കാൻ പറയുമ്പോൾ, വിൽ സജസ്റ്റ് ദാറ്റ് ദ ഫസ്റ്റ് ഗെയിൻ ദ ഡ്രിങ്ക്സ് കോൺഫിഡൻസ് ബൈ എൻഗേജിങ്. അതായത് അവനിൽ ഒരു ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പുതിയ ന്യൂ കമറിൽ. എങ്ങനെയാണ് അതിനൊരു മാർഗം അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ ജനറൽ കോൺവെർസേഷൻ, പൊതുവായ ചില കാര്യങ്ങളിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം വിത്ത് ഹിം, അവനുമായിട്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ എ വൈൽ, അതിനുശേഷം ടേണിങ്, പിന്നീട് അത് തിരിച്ചു വിടണം. എന്തിനു തിരിച്ചു വിടണം? ദ ടോക്ക് ടു സം ഫേസ് ഓഫ് ഡ്രിങ്കിങ്, അതായത് കുടിയുടെ ചില ഘട്ടത്തിലേക്ക് തിരിച്ചു വിടണം. വിൽ കോണ്ടാക്ട് ദാറ്റ് ബൈ ബീയിങ് കാൻഡിഡ് അബൌട്ട് യുവർ ഓൺ ഡ്രിങ്കിങ് കാര്യമാണ്. ഇവിടെ വെച്ച്, അതായത് ഇങ്ങനെ ഈ കുടിയുടെ കാലഘട്ടത്തിലേക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വിടാനായിട്ട് നമുക്ക് നമ്മുടേതായ ചില കുടിയുടെ കാര്യങ്ങൾ അവനോട് പറയാം. നമ്മുടെ കുടി കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങൾ, അബൌട്ട് യുവർ ഹാബിറ്റ്സ്, സിംറ്റംസ് ആൻഡ് എക്സ്പീരിയൻസ്. അതിനകത്ത് നമ്മുടെ ശീലങ്ങൾ പറയാം, നമ്മുടെ കുടിയുടെ ലക്ഷണങ്ങൾ പറയാം, നമ്മുടെ അനുഭവങ്ങൾ പറയാം. യു ഷുഡ് ബി ഏബിൾ ടു കൺവിൻസ് ഹിം, അവനെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദാറ്റ് യു നോ ഓൾ അബൌട്ട് ദ ഡ്രിങ്കിങ് ഗെയിം, അതായത് അവന് തോന്നണം നമ്മൾക്ക് ഈ കുടിയുടെ കളിയുടെ എല്ലാം നമുക്കറിയാമെന്ന് അവന് തോന്നണം. വൺസ് ഹി അക്സെപ്റ്റ് യു ആസ് സമ്മൺ ഹു ഹാസ് ഹാഡ് സിഗ്നിഫിക്കന്റ് പേഴ്സണൽ പ്രോബ്ലം വിത്ത് ഡ്രിങ്കിങ്, ഒരിക്കൽ അവൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെ? മദ്യത്തിന്റെ കാര്യത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമുണ്ടായിട്ടുള്ള ആളാണ്, അതിനെപ്പറ്റി എല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അവൻ നമ്മളെ അംഗീകരിക്കും. കമൻസ് ടു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ആസ് ആൻ ആൽക്കഹോളിക്, അതുകൂടാതെ അമ്മനാണ് ഞാനും ഒരു ആൽക്കഹോളിക് ആണെന്ന് പറയേണ്ടത്. ടെൽ ഹിം ഹൗ ബഫിൾഡ് യു ആർ, അതായത് എത്രമാത്രം മദ്യവുമായിട്ട് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന മദ്യമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു എന്ന് അവനോട് പറയണം. ഗിവ് ഹിം ആൻ അക്കൗണ്ട് ഓഫ് ദ സ്ട്രഗിൾസ് യു മേഡ് ടു സ്റ്റോപ്പ്, അതായത് മദ്യപാനം നിർത്താൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, അത് അവനോട് പറയണം. നിർത്താൻ കഴിയാതെ നമ്മൾ വീണ്ടും വീണ്ടും കുടിച്ച ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, അത് പറയണം. ഹാവിങ് കെയർഫുള്ളി പ്രിപ്പയർഡ് ദിസ് ഗ്രൗണ്ട് വർക്ക്, ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രതലത്തിൽ നിന്നാണ് അവനോട് നമ്മൾ ജോലി ചെയ്യേണ്ടത് പുതിയ ആളുമായിട്ട്. വിൽസൺ അഡ്വൈസ് ദാറ്റ്, വീണ്ടും വിൽസൺ നമ്മളോട് ഉപദേശിക്കുന്നത്, നൗ ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു എക്സ്പ്ലെയിൻ ടു ഹിം അബൌട്ട് ദ മെന്റൽ ട്വിസ്റ്റ് ആൻഡ് ദ ലീഡ്സ് ടു ദ ഫസ്റ്റ് ഡ്രിങ്ക്. അതായത് ഇവിടെ വെച്ച് വീണ്ടും നമ്മളുടെ മാനസിക സമ്മർദ്ദത്തെ കുറിച്ച്, ആദ്യത്തെ കുടിയിലേക്ക് നമ്മളെ നയിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ച് അവനോട് പറയണം. ഫോർ ദിസ് ഈസ് ട്രൂലി ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം, ഇവിടെയാണ് പ്രശ്നത്തിന്റെ ഹൃദയം. ഈ പ്രശ്നം അവനോട് പറയണം. നമ്മുടെ മാനസിക സമ്മർദ്ദം, ആദ്യത്തെ കുടിയിലേക്ക് നമ്മളെ നയിക്കുന്ന മാനസിക സമ്മർദ്ദം, അതാണ് പ്രശ്നത്തിന്റെ ഹൃദയം. അത് നമ്മൾ അവനോട് പറയണം. ഇഫ് ഹീസ് ആൻ ആൽക്കഹോളിക്, അവനൊരു മദ്യാസക്തനാണെങ്കിൽ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് യു അറ്റ് വൺസ്, നീ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അവന് മനസ്സിലാവും. ഇഫ് യു ഹാവ് ഗോട്ടൺ ദാറ്റ് ഫാർ വിത്ത് യുവർ ന്യൂ മാൻ, ഇത്രയും കാര്യങ്ങൾ അവനിലൂടെ കടന്നു പോകാൻ നിനക്ക് സാധിച്ചാൽ, ബിൽ സജസ്റ്റ് യു, വീണ്ടും ബിൽ ഇങ്ങനെ പറയുകയാണ്, കണ്ടിന്യൂ ടു സ്പീക്ക് ഓഫ് ആൽക്കഹോളിസം ആസ് എ സിക്നസ്, അതായത് ഈ പറയുന്ന മദ്യാസക്തിയുടെ രോഗാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ അസുഖത്തെ കുറിച്ച് അവനോട് പറയുക. എ ഫാറ്റൽ മാലഡി, അതായത് ഒരിക്കലും സുഖപ്പെടാത്ത ഈ അസുഖത്തെ കുറിച്ച് അവനോട് പറയാം. ആൻഡ് ഡോൾ ഓൺ ദ ഹോപ്പ്ലെസ് ഫ്യൂച്ചർ, ഇതിന്റെ പ്രതീക്ഷാരഹിതമായിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ച് പറയുക. ഹോപ്പ്ലെസ് ഫീച്ചേഴ്സ്, അതായത് പ്രതീക്ഷാരഹിതമായിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ച് അവരോട് പറയാം. ഓഫ് ദ ഡിസോർഡർ, ഇതിന്റെ ഡിസോർഡറെ കുറിച്ച് പറയാം. കോസ്ഡ് ബൈ ദ ക്യൂർ മെന്റൽ കണ്ടീഷൻ, അതായത് മാനസിക സമ്മർദ്ദം സറൗണ്ടിങ് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക്, ആദ്യത്തെ കുടിയിലേക്ക് നയിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ച് പറയാം. പ്രിവെന്റ് എ നോർമൽ ഫങ്ഷൻ ഓഫ് ദ വിൽ പവർ, ഇവിടെ വെച്ചിട്ട് ഇച്ഛാശക്തി പ്രവർത്തിക്കുന്നില്ല. അതായത് സാധാരണ മറ്റുള്ള ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി പ്രവർത്തിക്കുന്നത് പോലെ ഇത് പ്രവർത്തിക്കുന്നില്ല. Explain to your prospects that many are doomed because they never realize their predicament to or overcome to understand just how injurious and deadly alcoholism really is. ഇവിടെ വെച്ചിട്ട് പല ആളുകളും ഇത് തിരിച്ചറിയുന്നില്ല. അങ്ങനെ മനസ്സിലാകാതെ അനേകം ആളുകള് ആൽക്കഹോളിസത്തിന്റെ രോഗം ബാധിച്ച് മരണപ്പെടുന്നു. അതാണ് സത്യം, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യമെന്ന്
അവരോട് പറയുക. ആസ് യു ആർ കൺക്ലൂഡിങ് ദിസ് ഗെയിനിങ് ദ ക്ലയൻസ്, ഇങ്ങനെ ഒരു വിൽപ്പനക്കാരനെ പോലെ അവനോട് സംസാരിച്ചതിന് ശേഷം, ഇങ്ങനെ ഒരു ക്ലയൻസിന്റെ കോൺഫിഡൻസ് നേടിയതിനു ശേഷം, ഗെയിനിങ് ദ ക്ലയൻസ് കോൺഫിഡൻസ് സെക്ഷൻ ബൈ റെസൈറ്റിംഗ്, വീണ്ടും നമ്മൾ ഇത് പറയുകയാണ്. അവന്റെ ക്ലയൻസിന്റെ, അതായത് നമ്മുടെ ഒരു പുതിയ ആൽക്കഹോളിക്കിന്റെ വിശ്വാസം ആർജിച്ചതിന് ശേഷം യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള അനുഭവം പറയാണ്. വിൽസൺ വാൺസ് യു മസ്റ്റ് ബി കെയർഫുൾ. അതായത് വിൽസൺ ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധാപൂർവം ഒരു കാര്യം, ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. നോട്ട് ടു ബ്രാൻഡ് ദ ന്യൂ മാൻ ആൻ ആൽക്കഹോളിക്. നമ്മൾ ആരെയും നിങ്ങളൊരു ആൽക്കഹോളിക് ആണെന്ന് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യരുത്. ദ ന്യൂ മാന് ഒരിക്കലും നീ ഒരു ആൽക്കഹോളിക് ആണെന്ന് പറയരുത്. ലെറ്റ് ഹിം ഡ്രോ ഹിസ് ഓൺ കൺക്ലൂഷൻ. നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞ്, നമ്മളുടെ മദ്യാസക്തിയോടുള്ള മെന്റൽ ട്വിസ്റ്റിന്റെ കാര്യം പറഞ്ഞ്, ഫസ്റ്റ് ഡ്രിങ്കിലേക്ക് നയിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ കൺക്ലൂഷനിലേക്ക് എത്തട്ടെ. ഇഫ് ഹി സ്റ്റിക്സ് ടു ദ ഐഡിയ ദാറ്റ്, അവൻ വീണ്ടും ഇത്തരം ആശയങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ദാറ്റ് ഹി ക്യാൻ സ്റ്റിൽ കൺട്രോൾ ഹിസ് ഡ്രിങ്കിങ്, ഇപ്പോഴും അവന് നിയന്ത്രിച്ചു കുടിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് നിൽക്കുവാണെങ്കിൽ, ടെൽ ഹിം ദാറ്റ് പോസിബിളി ഹി ക്യാൻ, നിനക്ക് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. ഇഫ് ഹീസ് നോട്ട് ടു ആൽക്കഹോളിക്, അവൻ ഒരു പക്ഷേ ഇത്രയും ടു ആൽക്കഹോളിക് എന്നാണ്, അതായത് ഇത്രമാത്രം മദ്യാസക്തനല്ലെങ്കിൽ ഒരു പക്ഷേ നിനക്ക് സാധിച്ചേക്കാം. ബട്ട് ഇൻസിസ്റ്റ് ദാറ്റ് ഇഫ് ഹി ഈസ് സിവിയർലി അഫ്ലിക്റ്റഡ് ദർ ഈസ് എ ലിറ്റിൽ ചാൻസ് ഹി ക്യാൻ റിക്കവർ ബൈ ഹിംസെൽഫ്. അതായത് വീണ്ടും കുടിച്ചതിന് ശേഷം നിനക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ ഒരു ചെറിയ ചാൻസ് മാത്രമേ ഉള്ളൂ വീണ്ടും റിക്കവറായിട്ട്, സ്വയം റിക്കവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ വീണ്ടും കടന്നു വരാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടെടുക്കൽ, അല്ലെങ്കിൽ മോചനം പ്രാപിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ലിറ്റിൽ ചാൻസ്, വളരെ കുറവാണ് എന്ന് അവനോട് പറയാം. ബൈ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോബ്ലം. അപ്പോ ഇവിടെ ബിൽവിൽസൺ മധ്യസ്ഥരോടൊത്തുള്ള പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ ഈ തരം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ആൻഡ് ദ റെവല്യൂഷണറി, വിപ്ലവാത്മകമായ റെവല്യൂഷണറി ഡയഗ്നോസിസ് ഓഫ് ആൽക്കഹോളിസം, ഇവിടെ നമ്മൾ വിപ്ലവകരമായിട്ടുള്ള ഈ പറയുന്ന ആൽക്കഹോളിസത്തിന്റെ ഡയഗ്നോസിസ് ഒക്കെ നടത്തിയതിനു ശേഷം, ആസ് എ ഫാറ്റൽ ഇൽനെസ്, അതായത് ഒരിക്കലും സുഖപ്പെടാത്ത അസുഖം, മോസ്റ്റ് ക്ലിയർലി എക്സിബിറ്റഡ് ബൈ ദ മെന്റൽ ട്വിസ്റ്റ്, അതായത് മാനസികമായിട്ടുള്ള ഒരു വ്യതിയാനം സംഭവിപ്പിക്കുന്ന, വിച്ച് ഇൻവൈറ്റബിളി പേഴ്സിഡേഴ്സ് ദ ഫസ്റ്റ് ഡ്രിങ്ക്, ആദ്യത്തെ കുടിയിലേക്ക് നയിക്കുന്ന ആ പറയുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, വിൽസൺ ഈസ് ക്ലെവർലി ട്രൈങ്, അതായത് ബുദ്ധിപരമായിട്ട് വീണ്ടും പറയാണ്, ടു എൻറ്റൈസ് ദ ലിസണർ, വീണ്ടും ഈ വായനക്കാരിലേക്ക് പറയാണ്, ടു ബിക്കം ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ ദ കോൺവെർസേഷൻ, വീണ്ടും ഈ കോൺവെർസേഷനിലേക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ചെയ്യാനായിട്ട്. ഈവൻ ദോ യുവർ പ്രോട്ടേജ് മേ നോട്ട് ഹാവ് എൻറ്റയർലി അഡ്മിറ്റഡ് ഹിസ് കണ്ടീഷൻ, ഒരു പക്ഷേ നമ്മളുടെ ഈ പറയുന്ന പുതിയ ആള് നമ്മൾ പറയുന്ന എല്ലാ തരം കാര്യങ്ങളും പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും, ഹി ഹാസ് ബിക്കം വെരി ക്യൂരിയസ് ടു നോ ഹൗ യു ഗോട്ട് വെൽ, നിങ്ങൾ എങ്ങനെയാണ് സുഖപ്പെട്ടതെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. ലെറ്റ് ഹിം ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ അവൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് അവനെ അനുവദിക്കുക. ഇഫ് ഹി വിൽ, അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദാറ്റ് ഈസ് ഷുവർലി ദ ഐഡിയൽ ഔട്ട്കം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം, ഇത്തരം സംഭാഷണങ്ങൾക്ക് ശേഷം വരുന്ന ഔട്ട്കം. ക്യാപ്ചറിങ് ദ പ്രോസ്പെക്ടസ് അറ്റൻഷൻ, ഇതാണ് നമുക്ക് നമ്മുടെ ഈ പുതിയ ന്യൂ കമറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നത്. സോ കംപ്ലീറ്റ്ലി ദാറ്റ് ഹി ബിഗിൻസ് ടു ആസ്ക് യു ഫോർ മോർ ഇൻഫോർമേഷൻ, അവൻ വീണ്ടും നിങ്ങളോട് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടണമെന്നുള്ള താല്പര്യം നമ്മളോട് ചോദിക്കും. ബട്ട് ഇഫ് ഹി ഡസ് നോട്ട് ഫോൾ ഫോർ ദാറ്റ് ട്രഡീഷണൽ സെയിൽസ് പോളി, ദെൻ ഇറ്റ് ഈസ് ടൈം ടു പ്രൊസീഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് യുവർ സ്റ്റോറി. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കച്ചവട ത്തിന്റെ ഒരു രീതി അങ്ങനെയാണെങ്കിലും, ഈ സമയമാണ് നമ്മുടെ കഥ പറയാനായിട്ടുള്ള ഏറ്റവും നല്ല അവസരമെന്ന്. സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇൻ എവരിഡേ ലാംഗ്വേജ്, അതായത് മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ദൈനംദിന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത്. ദിസ് നെസസിറ്റി ഇൻട്രൊഡ്യൂസിങ് ദ ഐഡിയ ഓഫ് ഗോഡ്, അതായത് ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവനോട് പറയുക എന്ന് പറഞ്ഞാൽ, ആൻഡ് ബിൽ സജസ്റ്റ് ഡീലിംഗ് വിത്ത് ദിസ് ഓഫൺ പ്രോബ്ലമാറ്റിക് ഇഷ്യൂ ഹെഡ് ഓൺ. ഇവിടെ നമ്മൾ ദൈവത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്.
അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നോ മാറ്റർ വാട്ട് ദ മാൻസ് ബിലീവ് ഓർ ലാക്ക് ഓഫ് ബിലീവ് മൈറ്റ് ബി. ഇപ്പൊ ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് ദ സ്പിരിച്വൽ ഫീച്ചേഴ്സ് ഫ്രീലി. അതുകൊണ്ട് ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള ഗുണഗണങ്ങള് സ്വതന്ത്രമായിട്ട് വിടുക. ഹി ബോൾഡ്ലി അഡ്വൈസ്. അവൻ ശക്തമായിട്ട് ഉപദേശിച്ചു. ഇഫ് ദ മെൻ ബീൻ അഗ്നോസ്റ്റിക്സ്, ഒരു പക്ഷേ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കാത്ത ഒരാളാണെങ്കിലും, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഓക്കെ. ഒരു അർജന്റ് ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ എവിടം വരെ എത്തി? ഓക്കെ. അപ്പൊ പ്രിൻസിപ്പിൾ ദൈവത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഈ ആത്മീയമായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഇഫ് ദ മെൻ ബി അഗ്നോസ്റ്റിക്, അവനൊരു പക്ഷെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കാത്ത ആളായിരിക്കാം. എത്തിയസ്റ്റ് ആയിരിക്കാം, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കാം. മേക്ക് ഇറ്റ്, അല്ലെങ്കിൽ എത്തിയസ്റ്റ് എന്ന് യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നതിന് തെളിവ് തന്നാൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മേക്ക് ഇറ്റ് എംപറ്റിക് ദാറ്റ് ഹി ഡസ് നോട്ട് ഹാവ് ടു എഗ്രി വിത്ത് യുവർ കൺസെപ്ഷൻ ഓഫ് ഗോഡ്. അപ്പം അവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സമ്മതിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന ഈ ഒരു ദൈവസങ്കല്പത്തിനോട് അവൻ ചേർന്ന് നിൽക്കണമെന്നില്ല. ഹി ക്യാൻ ചൂസ് എനി കൺസെപ്ഷൻ ഹി ലൈക്സ്. അവന് ഇഷ്ടപ്പെട്ട ഏതൊരു സങ്കല്പവും അവന് സ്വീകരിക്കാം, പ്രൊവൈഡ് ഇറ്റ് മേക്ക് സെൻസ് ടു ഹിം. അവന് സെൻസ് കിട്ടുന്നത് പോലെ. ദ മെയിൻ തിങ്സ് ദാറ്റ് ഹി വിൽ ബി willing to believe in a power greater than himself and that be spiritual principles. അതായത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കുക, പിന്നെ ഈ പറയുന്ന സ്പിരിച്വൽ ആത്മീയ തത്വങ്ങളിൽ ഊന്നുക എന്നുള്ളതാണ്. ഇൻ ഡീലിംഗ് വിത്ത് നോൺ ബിലീവേഴ്സ്. പിന്നീട് വിൽസൺ പറയുന്നത് വിശ്വസിക്കാത്തവരുമായിട്ട് ഉള്ള പ്രവൃത്തിയാണ്. വിൽസൺ ഹൈലി റെക്കമെൻഡ്സ്, വീണ്ടും അദ്ദേഹം ഇങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, യൂസിങ് എവരിഡേ ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്. ദൈനംദിന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഈ പറയുന്ന ആത്മീയ തത്വങ്ങൾ വിവരിക്കാൻ. ഫോർ ദർ ഇസ് നോ യൂസ് അറൗസിങ് എനി പ്രെജുഡീസ്. അതായത് ഇവിടെ ബിൽ വിൽസൺ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻധാരണകൾ, ഇപ്പോ പുതിയതായിട്ട് വരുന്നുള്ള ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്നോ കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ എന്നോ അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പെട്ടെന്നുള്ള ഒരു പ്രജുഡീസ്, അവനൊരു മുൻധാരണ, അല്ലെങ്കിൽ ഒരു ഇയാൾ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും എന്നുള്ള ഒരു മുൻധാരണകൾ അവനിൽ വരുത്തിയാൽ നമ്മളുമായിട്ട് അവൻ സംസാരിക്കാൻ മടിക്കും. ഹി മേ ഓൾറെഡി ഹാവ്, അവനൊരു പക്ഷേ അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാകാം. ആൻഡ് അറ്റ് ഓൾ കോസ്റ്റ്, എന്ത് വില കൊടുത്തും അവോയ്ഡ് ഇൻട്രൊഡ്യൂസിങ് എനി തിയോളജിക്കൽ ടേംസ് ആൻഡ് കൺസെപ്ഷൻസ്. ഇവിടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ടേമും കൺസെപ്ഷനും ഉപയോഗിക്കരുതെന്ന്, അവോയ്ഡ് ഇൻട്രൊഡ്യൂസിങ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കരുതെന്ന് കൃത്യമായി ബിൽ വിൽസൺ പറയുന്നുണ്ട് വർക്കിംഗ് വിത്ത് അതേഴ്സിൽ. അവോയ്ഡ് ഇൻട്രൊഡ്യൂസിങ് എനി തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായിട്ടുള്ള ടേംസ് ആൻഡ് കൺസെപ്ഷൻ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോഗങ്ങളോ ആശയങ്ങളോ അവിടെ വിൽപ്പനയ്ക്ക് കൊടുക്കരുത്. നോ മാറ്റർ വാട്ട് യുവർ ഓൺ കൺവിക്ഷൻസ്, എന്തൊക്കെ തന്നെയാണ് എന്റെ വിശ്വാസം, എന്തൊക്കെ തന്നെയാണെങ്കിലും അത് അവിടെ കൊടുക്കരുത്. മൈറ്റ് ബി, എന്തൊക്കെ തന്നെയാണെങ്കിലും എന്റെ വിശ്വാസം. ദിസ് വുഡ് ഓൾമോസ്റ്റ് സെർട്ടൻലി ബി ഡീൽ ബ്രേക്കേഴ്സ്. അതായത് ഇങ്ങനെ ഒരു പുതിയ ആളോട് നമ്മളൊരു ഇത്തരം ദൈവശാസ്ത്രപരമായിട്ടുള്ള ടേംസും കൺസെപ്ഷനും ഒക്കെ പറഞ്ഞാൽ അത് ഡീൽ ബ്രേക്കേഴ്സ് ആണ്. അവൻ നമ്മളെ സ്വീകരിക്കുന്നത് തടയപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമായി മാറാനിടയുണ്ട്. അതുകൊണ്ട് ഓരോ ആൽക്കോളിസം അംഗങ്ങളോടും വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ പറയുന്നത് തിയോളജിക്കൽ ടേംസും ആൻഡ് കൺസെപ്ഷൻസും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് അവനോട് സംസാരിക്കുമ്പോഴോ ഒഴിവാക്കുന്നതാകണം നല്ലത് എന്നാണ് നമുക്ക് പറയുന്നത്. ഈവൻ ഇഫ് യുവർ പ്രോസ്പെക്ട് ഓൾറെഡി ബിലോങ്സ് ടു റിലീജിയസ് ഡിനോമിനേഷൻ, ഇനിയിപ്പോ അവൻ ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും യു മസ്റ്റ് സ്റ്റിൽ ബി കെയർഫുൾ. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധയോടെ പറയണം ഇൻ ഹൗ യു ഹാൻഡിൽ ദിസ് ടോപ്പിക് ഓഫ് ഗോഡ്. ഈ പറയുന്ന ഈ ദൈവത്തിന്റെ ടോപ്പിക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ പറയണം. ഫോർ ഹി മേ നോ ഫാർ മോർ അബൌട്ട് ദ സബ്ജക്ട് ആൻഡ് യു ഡു. കാരണം അവന് നമ്മളെക്കാൾ കൂടുതൽ
ദൈവത്തിന്റെ കാര്യത്തിലുള്ള അറിവ് നമ്മളെക്കാൾ കൂടുതലുണ്ടാകാം. ലെറ്റ് ഹിം സീ ദാറ്റ് യു ആർ നോട്ട് ദെയർ ടു ഇൻസ്ട്രക്ട് ഹിം ഇൻ എ റിലീജിയൻ. അതായത് ഒരു മതത്തെക്കുറിച്ച് അവനെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അവിടെ വന്നിട്ടുള്ളതല്ല, അതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ നൽകാനല്ല നമ്മൾ അവിടെ വന്നേക്കണമെന്ന് അവന് കൃത്യമായി മനസ്സിലാകണം. അഡ്മിറ്റ് ദാറ്റ് ഹി പ്രോബബ്ലി നോസ് മോർ അബൌട്ട് ഇറ്റ് ദാൻ യു ഡു. അതായത് നമ്മൾ ഒരു കാര്യം സമ്മതിക്കണം, നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ അവൻ അറിവുണ്ടാകണമെന്ന്, ഒരു പക്ഷെ അറിവുണ്ടാകാമെന്ന് നമ്മൾ സമ്മതിക്കണം. ബട്ട് കോൾ ടു ഹിസ് അറ്റൻഷൻ, അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. ദ ഫാക്ട് ദാറ്റ് ഹവർ ഡീപ് ഹിസ് ഫെയ്ത്ത് ആൻഡ് നോളജ്, അവന്റെ വിശ്വാസവും അറിവും എന്തോ ആയിക്കൊള്ളട്ടെ, അവന്റെ ശ്രദ്ധയെ നമ്മൾ പിടിച്ചു പറ്റണം. ദർ മസ്റ്റ് ബി സംതിങ് റോങ് ഓർ ഹി വുഡ് നോട്ട് ഡ്രിങ്ക്. അതായത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നീ കുടിക്കുകയല്ല എന്നുള്ള കാര്യത്തിൽ. വൈ ഇസ് ഇറ്റ് ദാറ്റ് ഹിസ് ഓൺ വെരി ഫൈൻ റിലീജിയസ് കൺവിക്ഷൻസ് ഹാവ് ഫെയിൽഡ് ഹിം ടു ഇൻ റിലേഷൻ ടു ആൽക്കഹോൾ. അതായത് വളരെയധികം ദൈവ മതവിശ്വാസമുള്ളവനായിട്ട് പോലും എന്തുകൊണ്ടാണ് നിനക്ക് മദ്യവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? വൈൽ ദ ജനറൽ പ്രിൻസിപ്പൾസ്, അതായത് പൊതുവായിട്ടുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ആത്മീയ തത്വം എന്ന് വെച്ചാൽ കോമൺ ടു മോസ്റ്റ് ഡിനോമിനേഷൻ, അതായത് ഈ പറയുന്ന എല്ലാ മതവിഭാഗത്തിലും ഉള്ളത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഉള്ളത്, ഈ പറയുന്ന പ്രിൻസിപ്പിൾ എല്ലാം കോമൺ ആണ് എല്ലാ ഡിനോമിനേഷനും. മതത്തിന്റെ പേരുകൾ ഡിഫറെന്റ് ആകാം, പക്ഷേ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് സെയിം ആണ് അല്ലെങ്കിൽ കോമൺ ആണ്. വിച്ച് യു ഹാവ് ബീൻ യൂസിങ് ടു സ്റ്റേ സോബർ. അതാണ് നമ്മൾ സോബർ ആർ വർക്കിംഗ് സോ വെൽ ഫോർ യു. അപ്പൊ അതാണ് പലപ്പോഴും നമ്മൾ, അത് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ സുബോധത്തിൽ നിലനിർത്തുന്നത്, അത് ആണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. Perhaps it is because you have engaged in a number of actions demanded by those common principles. അപ്പം ഈ പറയുന്ന പൊതുവായിട്ടുള്ള ഈ പറയുന്ന തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ആവശ്യപ്പെടുന്ന ചില പ്രവൃത്തികളുണ്ട്, അത് ചെയ്യാത്തത് കൊണ്ടാണ് അത് വർക്കാവാത്തത്. ഒബ്വിയസ്ലി ഫെയ്ത്ത് അലോൺ ഇസ് ഇൻസഫിഷ്യന്റ്. ചുരുക്കം പറഞ്ഞാൽ വിശ്വാസം എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല. ടു ബി വൈറ്റൽ ഫെയ്ത്ത് മസ്റ്റ് ബി അക്കമ്പനീഡ്, അതായത് സുപ്രധാനമായ വിശ്വാസം ഒരു മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ സെൽഫ് സാക്രിഫൈസ്, സ്വയം പരിത്യാഗം അതിനെ പിന്തുടരണം. ആൻഡ് അൺസെൽഫിഷ് കൺസ്ട്രക്റ്റീവ് ആക്ഷൻ, അതായത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി നമുക്ക് വേണം എന്നാണ് പറയാ. ഓർ ആസ് ബിൽ വുഡ് ലേറ്റർ റൈറ്റ് ഇൻ ദ ഇൻ ടു ആക്ഷൻ, പിന്നീടുള്ള ഇൻ ടു ആക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ, പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ അദ്ദേഹം ദ പ്രോഗ്രാം ഓഫ് റീസൺ സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്: സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതായത് ആത്മീയ പരിപാടി, ആത്മീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അത് പ്രവൃത്തിയാണ് നമ്മുടെ പ്രോഗ്രാം, ആത്മീയമായ സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഭാഗത്ത് ഈ പറയുന്ന വർക്കിംഗ് വിത്ത് അതേഴ്സ് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ നോട്ട് എ ക്രൂസൈഡ്. അപ്പോൾ അതിനെപ്പറ്റി പറയാം, അദ്ദേഹം വിവരിക്കുന്ന ഭാഗങ്ങൾ നോക്കാം. ഹാവിങ് എംപത്തറ്റിക്കലി ഡെൽറ്റ് വിത്ത് ദ നെസസറി റിലേഷൻ ഓൺ ഗോഡ്, അതായത് ഈ ദൈവവുമായിട്ടുള്ള റിലയൻസ്, അതായത് ഈ നമ്മുടെ ഈ ചാരി നിൽക്കൽ ഡീൽ ചെയ്തതിനു ശേഷം, ഓർ അറ്റ് ദ വെരി ലീസ്റ്റ് ഓൺ എ പവർ ഗ്രേറ്റർ ദാൻ ഹിംസെൽഫ്, നമുക്ക് നമ്മളെക്കാൾ വലിയ പവർ ഗ്രേറ്റർ ദാൻ ഹിംസെൽഫ്, അവനേക്കാൾ വലിയ ശക്തി എന്നല്ലേ, നമ്മളെക്കാൾ വലിയ ശക്തി എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് വാസ് നൗ ടൈം ടു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രവൃത്തിയിലേക്ക് കടക്കാം. ബിൽ സജസ്റ്റ് ബീങ് വെരി സ്പെസിഫിക് ഹിയർ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ബിൽ വിൽസൺ പറയുകയാണ്, ടെൽ ദ ന്യൂ മാൻ, പുതിയ മനുഷ്യനോട് ഇങ്ങനെ പറയുക, ഹൗ യു മേഡ് എ സെൽഫ് അപ്രൈസൽ, എങ്ങനെയാണ് ഈ കാര്യം സെൽഫ് അപ്രൈസില്, ഹൗ യു സ്ട്രൈറ്റൻഡ് ഔട്ട് യുവർ പാസ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ പാസ്റ്റ് നേരെയാക്കിയത്, ആൻഡ് വൈ യു ആർ നൗ എൻഡോവറിങ് ടു ബി ഹെൽപ്ഫുൾ ടു ഹിം, എന്തുകൊണ്ടാണ് അവനെ സഹായിക്കാനായിട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഞാൻ സെൽഫായിട്ട് സ്വയം സ്വീകരിച്ചത്, എങ്ങനെയാണ് നമ്മുടെ പഴയ കാലങ്ങൾ നമ്മൾ നേരെയാക്കിയത്, എന്തുകൊണ്ടാണ് മറ്റൊരു മനുഷ്യനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവനെ സഹായിക്കാനായിട്ട് നമ്മൾ അവിടെ എത്തിയത്. ഈ 3 കാര്യങ്ങളാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഷോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ദ പ്ലേസ് ദ വെൽഫെയർ ഓഫ് അതർ പീപ്പിൾ എഹെഡ് ഓഫ് ഹിസ് ഓൺ, അതായത് തൻ്റെ തന്നെ ബെനിഫിറ്റിനേക്കാളും അല്ലെങ്കിൽ വെൽഫെയറിനേക്കാളും മറ്റൊരാളുടെ ഇത് കാണുന്നത് അല്ലെങ്കിൽ സഹായിക്കാൻ കാണുന്ന ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബി പ്രിപ്പയർഡ് ഫോർ ദർ മേ ബി നെഗറ്റീവ് റിയാക്ഷൻ ഓർ ടു ദിസ്. അപ്പൊ ഈ സമയത്ത് ഒരു പക്ഷേ അവനിൽ നിന്നും, ഈ പുതിയ ആളിൽ നിന്ന് ഒരു നെഗറ്റീവ്
ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വന്നേക്കാം. ഹാവിങ് ബീൻ ഗിവൺ സം ഐഡിയ, അവനോട് ചില ആശയങ്ങൾ കൊടുത്തതിന് ശേഷം ഓഫ് എക്സാക്ട്ലി വാട്ട് വിൽ ബി ആസ്ക്ഡ് ഓഫ് ഹിം, അവനോട് ചെയ്യാൻ പറയുന്നത് എന്താണ്, ഇഫ് ഹി മീൻസ് ടു സ്റ്റേ സോബർ, അവനോട് കുടി നിർത്താൻ അല്ലെങ്കിൽ സുബോധത്തിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, യുവർ കാൻഡിഡേറ്റ് മേ ഗീവ് റീസൺസ് വൈ ഹി നീഡ് നോട്ട് ടു ഫോളോ ഓൾ ഓഫ് യുവർ പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപക്ഷെ പുതിയ ആൾ പറഞ്ഞിരിക്കാം. ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്, നമ്മൾ അധൈര്യപ്പെടരുത്. ആൻഡ് ഡു നോട്ട് കോൺട്രാഡിക്ട് സച്ച് വ്യൂസ്, അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ വിരുദ്ധ മനോഭാവത്തിന്റെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലോ നമ്മൾ പ്രശ്നമുണ്ടാകരുത്. ടെൽ ഹിം യു വൺസ് ഫെൽറ്റ് ആസ് ഹി ഡസ്, അവനെ പോലെ തന്നെ ഒരിക്കൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചതാണ്. ബട്ട് യു ഡൗട്ട് ഇഫ് യു വുഡ് ഹാവ് മേഡ് മച്ച് പ്രോഗ്രസ് ഹാഡ് യു നോട്ട് ടേക്കൺ ആക്ഷൻ. അതായത് ഈ പ്രോഗ്രാം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ സംശയങ്ങളെല്ലാം മാറിയെന്നും അവനോട് പറയും. ഇഫ് നത്തിങ് എൽസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത്, മേ ബി യു ഹാവ് ഡിസ്റ്റർബ്ഡ് ഹിം അബൌട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് ആൽക്കഹോളിസം. പക്ഷെ ഇവിടെ വെച്ച് നമ്മൾ ഏതായാലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അവന്റെ മദ്യാസക്തിയെ പറ്റി അവന് ചില ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഡ്രിങ്കിന്റെ കാര്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾ ടു ദ ഗുഡ്, ഇത് നല്ലതാണ്. ദ മോർ ഹോപ്പ്ലെസ് ഹി ഫീൽസ് ദ ബെറ്റർ. അവന്റെ പ്രതീക്ഷാരഹിതമായ ഒരു അവസ്ഥയാണെന്ന് അവൻ അങ്ങനെ വിചാരിച്ചാൽ അതാണ് നല്ലത്. ഹി ഈസ് മോർ ലൈക്ലി ടു ഫോളോ യുവർ സജഷൻ, എങ്കിൽ മാത്രമേ നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവൻ തയ്യാറാവുകയുള്ളൂ. റിട്ടേണിംഗ് വൺസ് അഗെയിൻ ടു എ തീം ദാറ്റ് ഇൻഫോംസ് ദിസ് ഹോൾ ചാപ്റ്റർ. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരുമ്പോൾ ബിൽ എംബസൈസ് ദാറ്റ്, ബില്ല് വീണ്ടും പറയണം, യു വിൽ ബി മോസ്റ്റ് സക്സസ്ഫുൾ വിത്ത് ആൽക്കഹോൾസ് ഇഫ് യു ഡു നോട്ട് എക്സിബിറ്റ് എനി പാഷൻ ഫോർ ക്രൂസൈഡ് ഓർ റീഫോം. അത് പ്രത്യേകം അദ്ദേഹം പറയണം. അതായത് നിങ്ങൾ ഇവിടെ ഒരു ആൽക്കഹോളിക്കുമായിട്ട് വിജയിക്കണമെങ്കിൽ ഇഫ് യു ഡു നോട്ട് എക്സിബിറ്റ്, നിങ്ങൾ ഒരിക്കലും ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കരുത്, എനി പാഷൻ ഫോർ ക്രൂസൈഡ് ഓർ റീഫോം, കുരിശു യുദ്ധത്തിന്റെ പോലെയോ അല്ലെങ്കിൽ ഒരു പരിഷ്കർത്താവിനെ പോലെയോ ഉള്ള ഒരു പാഷൻ അല്ല നമ്മളവിടെ കാണിക്കേണ്ടത്. നെവർ ടോക്ക് ഡൗൺ ടു ആൻ ആൽക്കഹോൾ ഫ്രം എനി മോറൽ, ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അവനോട് സംസാരിക്കരുത്. ഓർ സ്പിരിച്വൽ ഹിൽ ടോപ്പ്, ഒരു ആത്മീയ മലയുടെ മുകളിൽ കയറിയുന്ന അവനോട് സംസാരിക്കരുത്. സിംപ്ലി ലേ ഔട്ട് യുവർ കിറ്റ് ഓഫ് സ്പിരിച്വൽ റൂൾസ് ഫോർ ഹിസ് ഇൻസ്പെക്ഷൻ, അതായത് ആത്മീയമായിട്ടുള്ള ടൂളുകൾ, ഉപകരണങ്ങൾ അവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ആത്മീയതയുടെ സഞ്ചി അവനിലേക്ക് ഇട്ടുകൊടുക്കുക. ഷോ ഹിം ഹൗ ദേ വർക്ക്ഡ് വിത്ത് യു, അത് എങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തിച്ചെന്ന് അവനോട് പറയുക. വൈൽ ദ വേർഡ്സ്, അതായത് ഇത്തരം വാക്കുകൾ, ക്രൂസൈഡ് ആൻഡ് റീഫോം, അതായത് കുരിശും പരിഷ്കാരവും എന്നുള്ള ഹാവ് നൗ ലോസ്റ്റ് മോസ്റ്റ് ഓഫ് ദെയർ ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട്. അപ്പോൾ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഇമ്പാക്ട് നഷ്ടപ്പെടുത്തും. 1938 ലീഡർ, 1938 ഇത് വായിക്കുന്ന ഒരാൾ വുഡ് ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. റെഫറിങ് ടു ദി ടെമ്പറൻസ് ആൻഡ് പ്രൊഹിബിഷൻ മൂവ്മെന്റ്സ്, അതായത് അന്നത്തെ ഉണ്ടായിരുന്ന ടെമ്പറൻസ് ആൻഡ് പ്രൊഹിബിഷൻ മൂവ്മെന്റ് ചെയ്തിരുന്ന കുറെ കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അന്ന് വായിക്കുന്ന വായനക്കാരന് അത് കൃത്യമായിട്ട് മനസ്സിലാവും. വാഷിംഗ്ടോണിയൻസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവരെ ഈ പറയുന്ന മദ്യപാന മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച ആൾക്കാരാണ്. അവിടുത്തെ ഗവർണർമാരെയും മെമ്പർമാരെയും കൗൺസിലർമാരെയും ഒക്കെ കൂട്ടി ഓരോ സിറ്റികളിൽ അവർ പ്രസംഗമൊക്കെ പരസ്യമായിട്ടൊക്കെ നടത്തുമായിരുന്നു. അതുപോലെയോ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മദ്യനിരോധന സമയം, അമേരിക്കയിൽ 1929 ആണെന്ന് എനിക്ക് തോന്നുന്നു, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മദ്യനിരോധന കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് വായിക്കുമ്പോൾ ഈ ക്രൂസൈഡ് ആൻഡ് റീഫോം എന്നുള്ള വാക്ക് മനസ്സിലാകുമെന്ന് ചരിത്രകാരൻ പറയണം. ദാറ്റ് ഹാഡ് നോട്ട് സോ ഡൊമിനേറ്റഡ് ദ കൾച്ചർ, അത് ഈ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിരുന്നു. ആൻഡ് ദെൻ ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ദ കൺട്രി, അതൊരു ആ രാജ്യത്തെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഫോർ ദ പ്രീവിയസ് 70 years, കഴിഞ്ഞ 70 വർഷക്കാലം അതായിരുന്നു അവരുടെ രാജ്യം. ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് പ്രൊഹിബിഷൻ, അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിരോധനം ഹാഡ് എൻഡഡ് ജസ്റ്റ് 5 years ബിഫോർ ദിസ് ആൻഡ് എവനിവൺ റീഡിങ് ദിസ് വേർഡ്സ്. അതായത് ഈ പുസ്തകം എഴുതുമ്പോൾ, ആൽക്കഹോളിക് സർവീസിന്റെ പുസ്തകം എഴുതുമ്പോൾ മദ്യനിരോധനം സംഭവിച്ചിട്ട്
അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ 1939 നമ്മുടെ പുസ്തകം ഇറങ്ങി അതിന് 5 വർഷം മുമ്പാണ്. 1934 പ്രൊഹിബിഷൻ മദ്യനിരോധനം അവസാനിപ്പിക്കുന്നത്. ഇറ്റ് മസ്റ്റ് മീൻ ദാറ്റ് പ്രൊഹിബിഷൻ ജസ്റ്റ് 5 years ബിഫോർ ദിസ് ആൻഡ് എനിവൺ റീഡിംഗ് ദിസ് വേർഡ്സ്, ഇത്തരം വാക്കുകൾ വായിക്കുന്ന ഒരാൾക്ക് would have grown up under the shadows of those militant and increasingly effective political campaigns to banish alcohol. അതായത് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പട്ടാള നിയമങ്ങളുടെയും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാമ്പയിന് ബാനിഷ്, അതായത് മദ്യത്തെ ഇല്ലാതാക്കാനുള്ള ചില കാര്യങ്ങൾ അന്ന് സംഭവിച്ച ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സിമിലർലി അതുപോലെ തന്നെ ദ മോറൽ ആൻഡ് സ്പിരിച്വൽ ട്രൂത്ത്, ധാർമ്മികതയുടെയോ ആത്മീയതയുടെയോ മലമുകളിൽ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. Mentioned here stands in for all of the preachers and ministers who railed so loudly against alcohol. അതായത് ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ബിൽവിൽസൺ സൂചിപ്പിച്ചത്? ആ കാലഘട്ടത്തിൽ പ്രാസംഗികരും പുരോഹിതരും ഒരു വലിയ മലയുടെ മുകളിൽ കയറി നിന്ന് വളരെ അധികം ഉയർന്ന ശബ്ദത്തിൽ മദ്യത്തിനെതിരെ സംസാരിച്ചു. ഒരു അറ്റ്ലീസ്റ്റ് എക്സസീവ് ഡ്രിങ്കിങ്, മദ്യത്തിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കൂടുതൽ കുടിക്കുന്നതിനെ കുറിച്ചെങ്കിലും സംസാരിച്ചു. ഇൻ സപ്പോർട്ട് ഓഫ് ദോസ് ടു മൂവ്മെന്റ്സ്, രണ്ട് മൂവ്മെന്റിന്റെ സഹായത്തിലാണ്. ഒന്ന് ടെമ്പറൻസ് മൂവ്മെന്റും പിന്നെ വാഷിംഗ്ടോണിയൻസും. പ്രൊഹിബിഷൻ അതായത് നിരോധനം, മദ്യനിരോധനവും പിന്നെ ഈ ടെമ്പറൻസ് മൂവ്മെന്റും, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ according to Bill Wilson പറയുന്നതനുസരിച്ച് there are two paths that members of Alcoholics Anonymous should never try to walk down. അതായത് രണ്ട് പാതകളാണ് ആൽക്കഹോളിക്സ് അനോണിമസിന് അല്ലെ അംഗങ്ങൾക്ക് നടക്കാവുന്നത്. that would be fatal to your argument. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ തർക്കത്തിലൂടെ നിങ്ങൾക്ക് അതിലൂടെ നടക്കാം. ദോസ് അപ്രോച്ച് ജസ്റ്റ് ഡു നോട്ട് വർക്ക്. പക്ഷെ അത്തരം സമീപനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ദ ബെസ്റ്റ് വേ, ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, ആൻഡ് മോസ്റ്റ് പ്രൂവൺ വേ, അതിൽ തെളിയിക്കപ്പെട്ട വഴി എന്താണെന്ന് വെച്ചാൽ, ടു പ്രസന്റ് യുവർ പൊസിഷൻ ഇസ് ടു ടെൽ യുവർ സ്റ്റോറി ഇൻ ടേംസ് ഓഫ് വാട്ട് ഹാസ് വർക്ക്ഡ് ഫോർ യു. അതായത് എന്താണോ നമ്മൾക്ക് പ്രവർത്തിച്ചത് അത് പറയുക എന്നുള്ളത്. ബട്ട് ഈവൻ എ വെൽ കണ്ടക്റ്റഡ് ഫസ്റ്റ് ഇന്റർവ്യൂ ഡസ് നോട്ട് ഓൾവേസ് പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് റിസൾട്ട്സ്. അതായത് ഒരു പുതിയ ആളുമായിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഇതൊന്നും വിജയിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഡിസൈർഡ് റിസൾട്ട് അല്ലെങ്കിൽ അനുയോജ്യമായ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. Perhaps he is not interested in your solution. ഒരു പക്ഷേ നമ്മളുടെ പരിഹാരത്തിന് അവനൊരിക്കലും താല്പര്യവും കാണിച്ചെന്ന് വരില്ല. ബട്ട് റാദർ, കൂടാതെ എക്സ്പെക്ട് യു ടു ആക്ട് ഓൺലി എ ബാങ്കർ, നമ്മളെ ഒരു ബാങ്കറായിട്ട് ഫോർ ഹിസ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ഒരു ബാങ്കറായിട്ട് നമ്മളെ കണ്ടേക്കാം. ഓർ എ നേഴ്സ് ഫോർ ഹിസ് സ്പ്രീസ്, അതായത് ഇവന്റെ കുടിച്ചു കൂത്താടലുകൾക്ക് ശേഷം വരുന്ന ഒരു നേഴ്സായിട്ട് നമ്മളെ കണ്ടേക്കാം. അവന്റെ കുടിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഒരു നേഴ്സായിട്ട് നമ്മൾ നിൽക്കുന്നവനെ കണ്ടേക്കാം. ഒന്ന് ബാങ്കറായിട്ട് കണ്ടേക്കാം, ഒന്ന് നേഴ്സായിട്ട് കണ്ടേക്കാം. ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഹിം അണ്ടിൽ ഹി ചേഞ്ചസ് ഹിസ് മൈൻഡ്. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടണം, അവന്റെ മനസ്സ് മാറുന്നത് വരെ അവനെ വെറുതെ വിടണം. ആൻഡ് ഇഫ് യുവർ പ്രോസ്പെക്ട് ഡസ് നോട്ട് റെസ്പോണ്ട് അറ്റ് വൺസ്, ഒറ്റയടിക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഡു നോട്ട് ബി ഡിസ്കറേജ്, നമ്മൾ ഒരിക്കലും അധൈര്യപ്പെടരുത്. സെർച്ച് ഔട്ട് അനദർ ആൽക്കഹോളിക് ആൻഡ് ട്രൈ അഗൈൻ, മറ്റൊരു മദ്യാസക്തനെ കണ്ടുപിടിക്കണം, വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. യു ആർ ഷുവർ ടു ഫൈൻഡ് സമൺ ഡെസ്പറേറ്റ് ഇനഫ് ടു അക്സെപ്റ്റ് ദിസ് വിത്ത് ഈഗർനെസ് വാട്ട് യു ഓഫർ. എനിക്ക് ഉറപ്പുണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു നിരാശാജനകമായ ഒരു അവസ്ഥയിലുള്ള ഒരാള് നമ്മൾ ഈ പറയുന്ന വാഗ്ദാനം ചെയ്യുന്ന നമ്മളുടെ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറി അല്ലെങ്കിൽ ആൽക്കഹോളിക് സർവീസിന്റെ പ്രോഗ്രാം സ്വീകരിക്കുകയും നമ്മളുടെ ഓഫർ സ്വീകരിക്കുകയും ചെയ്യും. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് പുവർ സ്ട്രാറ്റജി ടു കീപ് ചേസിങ് എ മാൻ ഹൂ കനോട്ട് ഓർ വിൽ നോട്ട് വർക്ക് വിത്ത് യു. അതായത് അദ്ദേഹം അവസാനം പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്. പുവർ സ്ട്രാറ്റജി, വളരെ താഴ്ന്ന ഒരു മെത്തേഡാണ്. കീപ് ചേസിങ് എ മാൻ, ഒരു മാനെ കീപ് ചേസിങ് എ മാൻ, തുടർച്ചയായിട്ട് എപ്പോഴും മനുഷ്യനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഹു കനോട്ട് ഓർ വിൽ നോട്ട് വർക്ക് വിത്ത് യു, ഒരിക്കലും ഈ പറയുന്ന പ്രോഗ്രാം ഇഷ്ടപ്പെടാത്ത, നമ്മളോടൊത്ത് സഹകരിക്കാത്ത ഒരാളോട് ചേസ് ചെയ്തിരുന്നതാണ്. അവിടെ ഒരു വാക്കുണ്ട്, കീപ് ചേസിങ് എന്നല്ല, കീപ് ചേസിങ്, തുടർച്ചയായിട്ട് അവനെ ഒരാളെ ചേസ് ചെയ്യണം എന്നാണ് പറയുക. കീപ് ചേസിങ് വേണ്ടെന്നാണ് വിൽ ഡബ്ല്യുവിന്റെ അഭിപ്രായം. ദ പിറ്റ്ഫോൾസ് ഓഫ് മണി ആൻഡ് ഫാമിലി,
ഇവിടെ നമുക്ക് അടുത്തത് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യമാണ്. ഈ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ വിശദീകരണമാണ് ഇവിടെ കൊടുക്കുക. അപ്പോ ചില കുഴികൾ, അതായത് പണത്തിന്റെയും കുടുംബത്തിന്റെയും ചില കുഴികൾ. ബട്ട് ഇഫ് യു ആർ സക്സസ്ഫുൾ, നിങ്ങൾ വിജയിച്ചെങ്കിൽ, ആൻഡ് യുവർ മാൻ, നിങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യൻ സേസ് ഹി ഈസ് എ പ്രിപ്പയർഡ് ടു ഗോ ത്രൂ വിത്ത്, അദ്ദേഹം തയ്യാറാണ്, നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളോട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ദ പ്രോഗ്രാം ഓഫ് റിക്കവറി, നമ്മളുടെ ഈ പറയുന്ന മോചനത്തിന്റെ ഇതിന് പോകാൻ തയ്യാറാണ്, then there are still several common pitfalls to be avoided. ചില കുഴികൾ നമ്മൾ തീർച്ചയായും മാറ്റണം. എസ്പെഷ്യലി ദോ സറൗണ്ടിങ് മണി ആൻഡ് ഫാമിലി, പണവും കുടുംബവും ചുറ്റപ്പെടുന്നത്. വിൽസൺ നോട്ട്സ് ദാറ്റ് ദ മാൻ ഹൂ ഈസ് ബ്രോക്ക് ആൻഡ് ഹോംലെസ്, അതായത് വിൽസൺ പറയുന്നത് ഒരു മനുഷ്യൻ ഹോംലെസ് ആയിട്ടുള്ള തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. മേ നീഡ് സം ഹെൽപ്പ് ഗെറ്റിംഗ് എ ജോബ്, അവനൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സഹായിക്കേണ്ടി വരും. ആൻഡ് എ ലിറ്റിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അവന് ചെറിയൊരു സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കേണ്ടി വരും. അറ്റ് ടൈംസ് ആൻഡ് പെർഹാപ്സ് ഈവൻ എ പ്ലേസ് ടു സ്റ്റേ ഫോർ എ ഫ്യൂ ഡേയ്സ്, ഒരു പക്ഷേ കുറച്ചു കാലം നമ്മുടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവനൊരു സ്ഥലം താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വന്നേക്കാം. ബിൽ കോഷൻസ് ദാറ്റ്, അവിടെ ഒരു മുന്നറിയിപ്പ് ബില്ല് പറയുന്നുണ്ട്, ദാറ്റ് ടേക്കിംഗ് സമൺ ഇൻ ടു യുവർ ഹോം, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകാൻ, കോൾസ് ഫ്രം ഡിസ്ക്രിഷൻ ടു എൻഷുർ ഹി ഈസ് നോട്ട് ട്രൈങ് ടു ഇമ്പോസ് അപ്പോൺ യു ഫോർ മണി. അവിടെ ഒരു പ്രത്യേക സൂചന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നത്, ഒന്ന് നമ്മൾ എൻഷുർ ചെയ്യണം, നമ്മൾ തീർച്ച ഉണ്ടാക്കണം. ഹി ഈസ് നോട്ട് ട്രൈങ് ടു ഇമ്പോസ് അപ്പോൺ യു ഫോർ മണി, നമുക്ക് പണത്തിന് വേണ്ടി നമ്മളെ ഇത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. കണക്ഷൻ ഓർ ഷെൽട്ടർ, ഏതെങ്കിലും ഒരു അവനൊരു താൽക്കാലികമായിട്ട് ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ടോ കണക്ഷൻസിന് വേണ്ടിയിട്ടോ അവൻ നമ്മളെ ഇതാക്കുന്നില്ല. ആൻഡ് യു ഓൾസോ നീഡ് ടു ബി ഷുവർ, അതുകൂടാതെ മറ്റൊരു കാര്യങ്ങൾ, ഹി വിൽ ബി വെൽക്കംഡ് ബൈ യുവർ ഫാമിലി, ഇനി എങ്ങാനും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ നമ്മളുടെ കുടുംബം അവനെ സ്വീകരിക്കുന്ന തരത്തിലാണോ എന്ന് നമ്മൾ നോക്കണം. ബട്ട് സീരിയസ് പ്രോബ്ലം ക്യാൻ സ്റ്റിൽ അറൈസ്, വീണ്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെൻ വർക്കിംഗ് സോ ക്ലോസ്ലി വിത്ത് എ ന്യൂലി സോബർമാൻ, അത് പുതിയതായിട്ട് സോബറായിട്ട് ഒരാളായിട്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു പ്രശ്നവും കൂടി വരാൻ സാധ്യതയുണ്ട്. ആൻഡ് വിൽസൺ ഗ്രാഫിക്കലി റിലേറ്റ് സം ഓഫ് ദിസ്, അവൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓൾ ഓഫ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്, അവൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അവന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇറ്റ് മേ മീൻ ദ ലോസ് ഓഫ് മെനി നൈറ്റ് സ്ലീപ്പ്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുക. ഇത് പിന്നീട് 12 ഇൻകൺവീനിയൻസ് എന്ന പേരിൽ പിന്നീട് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് 12 ഇൻകൺവീനിയൻസ്, അതായത് മറ്റൊരു മധ്യസ്ഥത്തിനായിട്ട് നമുക്ക് വരാനിടയുള്ള ചില പ്രശ്നങ്ങൾ എവിടെയാണ്. ഇൻമേ, അത് എങ്ങനെയാണ് ഈ വർക്ക് മറ്റുള്ള ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. ഇറ്റ് മേ മീൻ ദ ലോസ് ഓഫ് മെനി നൈറ്റ് സ്ലീപ്പ്, ധാരാളം രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെടലുകളാവും. ഗ്രേറ്റ് ഇന്റർഫിയറൻസ് വിത്ത് യുവർ പ്ലഷർ, ഇത് നമ്മളുടെ സന്തോഷം കെടുത്തുന്ന ഒരു അവസ്ഥയെ മാറാം. ഇന്ററപ്ഷൻ ടു യുവർ ബിസിനസ്, ഒരു പക്ഷേ നമ്മുടെ ബിസിനസ് തടസ്സപ്പെട്ടേക്കാം. ഇറ്റ് മേ മീൻ ഷെയറിങ് യുവർ മണി ആൻഡ് യുവർ ഹോം, ഒരു പക്ഷേ നമ്മുടെ പണവും നമ്മുടെ വീടും അവനുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വന്നേക്കാം. കൗൺസിലിംഗ് ഫ്രാൻറ്റിക് വൈഫ്സ് ആൻഡ് റിലേറ്റീവ്സ്, അതായത് അവന്റെ ഭാര്യയോ ബന്ധുക്കളെയോ നമുക്ക് കൗൺസിൽ ചെയ്യേണ്ടി വന്നേക്കാം. ഇന്യൂമറബിൾ ട്രിപ്സ് ടു പോലീസ് സ്റ്റേഷനിലേക്കും കോടതികളിലേക്കും സാനിറ്റോറിയം, അതായത് മദ്യാസക്തരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുക, അന്നത്തെ കാലത്ത് പറയുന്ന പേരാണ് സാനിറ്റോറിയം. പിന്നെ ഹോസ്പിറ്റൽസ്, ആശുപത്രികളിലേക്ക്, ജയിൽസ് ആൻഡ് അസൈലം, ജയിലും അസൈലം എന്ന് പറഞ്ഞാലും ഇത്തരം ആളുകളെ ദീർഘകാലം പാർപ്പിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് അസൈലം. ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് യാത്ര പോകേണ്ടി വന്നേക്കാം. യുവർ ടെലിഫോൺ മേ ജംഗിൾ, നിങ്ങളുടെ ടെലിഫോൺ ബില്ലുകൾ അടിച്ചുകൊണ്ടിരിക്കും. അറ്റ് എനി ടൈം, എപ്പോഴും, ഓഫ് ദ ഡേ ഓർ നൈറ്റ്, രാത്രിയും പകലുകളിലും നിങ്ങളുടെ ടെലിഫോൺ ബില്ലുകൾ അടിച്ചുകൊണ്ടിരിക്കും. യുവർ വൈഫ് വിൽ സംടൈംസ് സേ ഷീ ഈസ് നെഗ്ലക്ട്, ഒരു പക്ഷേ നമ്മുടെ ഭാര്യ നമ്മളോട് പറയാം അവള് അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞേക്കാം. എ ഡ്രങ്ക് മേ സ്മാഷ് ദ ഫർണിച്ചർ ഇൻ യുവർ ഹോം, നമ്മുടെ ഫർണിച്ചർ നഷ്ടപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അവന് സ്മാഷ് ചെയ്തേക്കാം, അല്ലെങ്കിൽ തല്ലി പൊട്ടിച്ചേക്കാം. ഓർ ബേൺ എ മാട്രസ്, ഒരു പക്ഷേ നമ്മുടെ കിടക്കുന്ന കിടക്കവൻ കത്തിച്ചേക്കാം. യു മേ ഹാവ് ടു ഫൈറ്റ് വിത്ത് ഹിം ഇഫ് ഹി ഈസ് എ വയലന്റ്, അവൻ വളരെയധികം അക്രമശക്തനാകുമ്പോൾ അവനുമായിട്ട് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. സംടൈംസ് യു വിൽ ഹാവ് ടു കോൾ എ ഡോക്ടർ, അല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ വിളിക്കേണ്ടി വന്നേക്കാം. ആൻഡ് അഡ്മിനിസ്റ്റർ സെഡേറ്റീവ് അണ്ടർ ഹിസ് ഡയറക്ഷൻ, ഒരു ഡോക്ടറുടെ സഹായത്താൽ അവൻ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉറക്ക ഗുളികകൾ കൊടുക്കേണ്ടി വന്നേക്കാം.
അനദർ ടൈം യു മേ ഹാവ് ടു സെൻഡ് ഫോർ ദ പോലീസ് ഓർ ആൻ ആംബുലൻസ്. പിന്നെ അവന് പോലീസിനോ ആംബുലൻസിനോ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം പറഞ്ഞത് ബിൽ വിൽസൺ ഒരു ഗ്രാഫ് പോലെ അവന്റെ അനുഭവങ്ങളിൽ നിന്ന് വരച്ചു വെച്ചതാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, വ്യക്തിപരമായ ബിൽ വിൽസന്റെ അനുഭവങ്ങളിലൂടെയാണ്. നമുക്കറിയാം, ബിൽ വിൽസന്റെ വീട്ടിൽ താമസിച്ചിട്ട് ബിൽ വിൽസന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. അത് ഇവിടെ ഈ കാനഡയുള്ള ടൊറന്റോയുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ പോയി താമസിക്കുകയും അദ്ദേഹം ഗ്യാസ് തുറന്നുവിട്ട് ആത്മഹത്യ ചെയ്തു. മാട്രസ് കത്തിച്ചവരുണ്ട്, ലൂയിസിന്റെ തുണി എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റവരുണ്ട്, പണം അപകരിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ബിൽ വിൽസൺ ഇത് എഴുതിയത്. ബട്ട് ഈവൻ ഇഫ് സം ഓഫ് ദിസ് വാർ വാട്ട് മസ്റ്റ് ബി ഡൺ ടു അച്ചീവ് കണ്ടിന്യൂസ് സോവറിറ്റി, ഇറ്റ് ഇസ് സ്റ്റിൽ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബാർഗൈൻ. ഇവിടെ ബിൽ വിൽസൺ ഒരു വാക്ക് പറയാണ്, നിങ്ങളുടെ സുബോധാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ വളരെ വലിയ ഒരു വില തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു വില തന്നെയാണ്. ബിൽ കോഷൻസ് വീണ്ടും ഒരു മുന്നറിയിപ്പാണ്. ഹവർ ദാറ്റ് യു മസ്റ്റ് ബി വിജിലന്റ് ആൻഡ് കെയർഫുൾ. നമ്മൾ വളരെ ശ്രദ്ധാവാനായിരിക്കണം, വിജിലന്റ് അറൌണ്ട് ഓൾ ഓഫ് ദിസ് ഇഷ്യൂസ്. ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. ബിക്കോസ് ദ മിനിറ്റ് വി പുട്ട് അവർ വർക്ക് ഓൺ എ സോഷ്യൽ സർവീസ് പ്ലെയിൻ, അതായത് നമ്മളൊരു സാമൂഹികമായിട്ടുള്ള സേവനത്തിലേക്ക് നമ്മളുടെ ജോലി നിക്ഷേപിക്കുമ്പോൾ, ദ ആൽക്കഹോളിക് കമൻസ് ടു റിലേ അപ്പോൺ അവർ അസിസ്റ്റൻസ് അതർ ദാൻ അപ്പോൺ ഗോഡ്. ഈ പറയുന്ന ആൽക്കഹോളിക്ക് നമ്മളിലേക്ക് ചാരി നിൽക്കും, rather than God upon ദൈവത്തിന് പകരം നമ്മളിലേക്ക് ചാരി നിൽക്കും. വി സിംപ്ലി ഡു നോട്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. നമ്മൾക്ക് ഒരാളുടെയും കുടി നിർത്താൻ കഴിയുകയില്ല. സോ ലോങ് ആസ് വി പ്ലേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ പീപ്പിൾ. അതായത് നമ്മൾ മറ്റു വ്യക്തികളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ വ്യക്തികളെ ആശ്രയിക്കുകയാണെങ്കിൽ, അവനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുടി നിർത്താൻ സാധിക്കില്ല. ഹെഡ് ഓഫ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിലല്ലാതെ മറ്റൊരാളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ കൂടി നിർത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. എലോങ് വിത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലം, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം, ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഓൾമോസ്റ്റ് ഓൾവേസ് പ്ലേഗ് ദ ന്യൂലി സോബർമാൻ. അതായത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ഈ പറയുന്ന പുതിയ ആളിന്റെ ഒരു പ്ലേഗ് ആണെന്നാണ് പറയുന്നത്. കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്ലേഗ് ആണ്. ദേ ആർ ദ പ്രൈസ് ഹി ടിപ്പിക്കലി പേസ് ഫോർ ഹിസ് ഇയേഴ്സ് ഓഫ് നെഗ്ലക്റ്റിംഗ് ദ ഫാമിലി വൈൽ ഡ്രിങ്കിങ്. അതായത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതൊരു പ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് വില കൊടുക്കണം. എന്താണ്? ടിപ്പിക്കലി പേസ്, അതായത് അവൻ തിരിച്ചു കൊടുക്കുകയാണ്. ഹിസ് ഇയേഴ്സ് ഓഫ് നെഗ്ലക്റ്റിംഗ് ദ ഫാമിലി വൈൽ ഡ്രിങ്കിങ്, കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇഗ്നോർ ചെയ്ത അല്ലെങ്കിൽ ഉപേക്ഷിച്ച ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് ഈ ഓരോ പ്ലേഗ് പിടിച്ച ആർഗ്യുമെന്റ്സുകളും, ഡൊമസ്റ്റിക് ഇഷ്യൂകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർഗ്യുമെന്റ്സ് ആൻഡ് ഫോൾട്ട് ഫൈൻഡിങ് ആർ കോമൺ. അതായത് തർക്കങ്ങളും കുറ്റം കണ്ടുപിടിക്കലുകളും സാധാരണമാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, അത് മനസ്സിലാക്കുകയും ചെയ്യാം. ആസ് ദ ഫാമിലി ട്രൈസ് ടു കം ബാക്ക് ടുഗദർ അഗെയിൻ. അപ്പോൾ ഒരു കുടുംബം നമ്മൾ തിരിച്ചു വരികയാണ്. ബട്ട് ദേ ആർ ടു ബി അവോയ്ഡ് ലൈക്ക് ലെപ്രസി. അത് ഉപേക്ഷിക്കുന്നതാണ്. അതായത് തർക്കവും ഈ പറയുന്ന കുറ്റം കണ്ടുപിടിക്കലും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇൻസ്റ്റഡ് ദ ന്യൂലി സോബർമാൻ, അതായത് പുതിയ ഒരു മനുഷ്യൻ, മോസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് ഓൺ സ്പിരിച്വൽ ഡെമോൺസ്ട്രേഷൻ. അവൻ എന്താണ് ചെയ്യേണ്ടത്? ഈ തർക്കവും ഈ പറയുന്ന തെറ്റ് കണ്ടുപിടിക്കലിന് പകരമായിട്ട് അവന്റെ സ്വന്തം ആത്മീയമായിട്ടുള്ള വികസനത്തിന് വേണ്ടി അവൻ വർക്ക് ചെയ്യണം. ആൻഡ് വിത്ത് എനി ലക്ക്, എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ, ഹിസ് ഫാമിലി വിൽ റെക്കഗ്നൈസ് ദ ചേഞ്ചസ് ഇൻ ഹിം. എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ, അതാണ് പറയുന്നത്, വിത്ത് എനി ലക്ക്, എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഹിസ് ഫാമിലി വിൽ റെക്കഗ്നൈസ് ദ ചേഞ്ച്. അവന്റെ കുടുംബം അവന്റെ വ്യത്യാസം കണ്ടുപിടിച്ചോളും. ഇൻ ഹിം, അവനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. ആൻഡ് പെർഹാപ്സ് ഈവൻ വാണ്ട് ടു ജോയിൻ ഹിം ഇൻ എ ബെറ്റർ വേ ഓഫ് ലവ്. അവന്റെ ഈ പുതിയ നല്ല ജീവിതത്തോട് ചേരണമെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചേർന്നോളും. ബട്ട് ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ തന്നെ, അവരങ്ങനെ ചേർന്നില്ലെങ്കിൽ തന്നെ, ലെറ്റ് നോ ആൽക്കോളിക് സേ ഹി കനോട്ട് റിക്കവർ അൺലെസ് ഹി ഹാസ് ഹിസ് ഫാമിലി ബാക്ക്. അവന്റെ ഈ പറയുന്ന ആൽക്കോളിക് പറയരുത്, അവന്റെ കുടുംബം തിരിച്ചു വരുന്നില്ല എങ്കിൽ എനിക്ക് സുബോധം കിട്ടുകയില്ല എന്ന് പറയരുത്. ഇഫ് ഹി ബിഗിൻസ് ടു ഗോ ഡൗൺ ദാറ്റ് റോഡ് ഓഫ് കംപ്ലൈന്റ്, അത്തരം പരാതിയുടെ പാതയിലാണ്, ആ റോഡിലാണ് അവൻ വീണ്ടും പോകുന്നതെങ്കിൽ, റിമൈൻഡ് യുവർ പ്രോസ്പെക്ടസ്, വീണ്ടും അവനെ ഓർമ്മപ്പെടുത്തുക, ദാറ്റ് ഹിസ് റിക്കവറി ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എ പീപ്പിൾ. ആളുകളിലല്ല നിന്റെ സുബോധം അല്ലെങ്കിൽ നിന്റെ ഈ പറയുന്ന വിമോചനത്തിന്റെ ഈ പാത ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ്. വാട്ട് എവർ ഫാമിലി ഡിസഗ്രിമെന്റ്സ് ദയർ വിൽ ബി, അതായത്
എന്തെങ്കിലും തരത്തിലുള്ള കുടുംബത്തിന്റെ ഈ ഡിസഗ്രിമെന്റ്സ്, അതായത് നമ്മളോട് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാത്തത്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ചെയ്യാത്തത് ആണെങ്കിൽ കൂടി ടേക്ക് കെയർ നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ദയർ കോറൽസ്. അവരുടെ വഴക്കുകളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. പുതിയ പ്രോസ്പെക്ടസിന്റെ വീട്ടിലെ വഴക്കുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇഫ് യു ഹാവ് ബീൻ സക്സസ്ഫുൾ ഇൻ സോൾവിങ് യുവർ ഓൺ ഡൊമസ്റ്റിക് പ്രോബ്ലം, നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ദ മോസ്റ്റ് യു മൈറ്റ് വാണ്ട് ടു ഡു ഇസ് ടു ഷെയർ സം പേഴ്സണൽ സ്റ്റോറീസ്. എൻ്റെ കുടുംബത്തിൽ, അവനവൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തിപരമായിട്ടുള്ള ചില കഥകൾ അവനോട് പറഞ്ഞു കൊടുക്കണം, അവനുമായിട്ട് ഷെയർ ചെയ്യണം. എന്നതിന് ശേഷം അവന്റെ പ്രോബ്ലമായിട്ട് ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള അവനോട് ഷെയർ ചെയ്യണം. ഹൗ ദാറ്റ് വാസ് അക്കംപ്ലിഷ്ഡ്, അങ്ങനെയാണ് അത് അവസാനിച്ചതെന്ന് അവനോട് പറയണം. റിയൽ ലൈഫ് സ്റ്റോറീസ്, യഥാർത്ഥ ജീവിതത്തിന്റെ കഥകൾ, വർത്ത് മെനി എമൗണ്ട് ഓഫ് പ്രീച്ചിങ് ഓർ ക്രിറ്റിസിസം. അതായത് യഥാർത്ഥ ജീവിത കഥകളാണ് പ്രസംഗിക്കുന്നതിനേക്കാളും വിമർശിക്കുന്നതിനേക്കാളും വിലയുള്ളത്. ആൻഡ് ദേ ആർ ഷുവർലി ദ ബെസ്റ്റ് വേ ഓഫ് യു ടു ബി ബെസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള മനസ്സായോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രയോജനം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചരിത്രകാരൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത്. 1-2 പാരഗ്രാഫ് കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചാപ്റ്റർ വർക്കിംഗ് വിത്ത് അതേഴ്സിന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കും. എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ആൽക്കഹോളിക്, അതായത് ആൽക്കഹോളുമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തെ പറ്റിയാണ് ഇനി അദ്ദേഹം പറയുന്നത്. അതുകൂടി ഒരു 2 പാരഗ്രാഫുള്ളൂ, അതുകൂടി